സിംഹം വിഷ്ണും യോർമിത്യം നമാമ്യഹം. ജയ നരസിംഹ ശ്രീ നരസിംഹ ജയ ജയ നരസിംഹ ജയ് പ്രഹ്ലാദേശ ജയ പത്മമുഖ മുഖ പത്മഭൃംഗ പറ്റിനവനാശ നരസിംഹ ഭഗവാൻ की जय भक्त प्रहलाद महाराज की जय गुरुदेव महाराज की जय श्रील प्रभुपाद की जय गुरु परमानंदे हरि हरि बोल. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി, ഹരേ കൃഷ്ണ രതിദേവി മാതാജി, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ലൈല മാതാജി, ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി, ഹരേ കൃഷ്ണ സുജന മാതാജി, ഹരേ കൃഷ്ണ രാധിക മാതാജി, ഹരേ കൃഷ്ണ പത്മ മാതാജി, ഹരേ കൃഷ്ണ ശോഭന മാതാജി. ഹരേ കൃഷ്ണ. അപ്പം എല്ലാവരും ഇന്നത്തെ നമ്മുടെ ഭഗവത്ഗീത ക്ലാസ് പഠിക്കാനായിട്ട് തയ്യാറായിട്ടാണല്ലോ വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇന്നലെ നമ്മള് രാമായണ പാരായണം ഇന്നലെ നമ്മൾ അവസാനിപ്പിച്ചു അല്ലേ? ഇന്നുകൊണ്ടാണ് ശരിക്കും തീരേണ്ടത്. പക്ഷെ നമ്മള് രാമായണ പാരായണം 2 ദിവസം മുൻപേ തീർന്നു. അങ്ങനെ 2 പ്രശ്നോത്തരിയൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ ഇന്നലെ എനിക്ക് വളരെ അതിശയം തോന്നിയൊരു കാര്യം, മാതാജിമാരൊക്കെ 11 മണി വരെ, നാട്ടിലെ 11 മണി വരെ ഇരുന്നു. ഇന്നലെ തീരുന്ന ദിവസമായിരുന്നു. ഒരുപാട് നമ്മൾ തത്വവും തമാശകളൊക്കെ പറഞ്ഞ് കഥകളൊക്കെ പറഞ്ഞ് അങ്ങ് ഇരുന്നു. രാമായണത്തിലെ ചോദ്യങ്ങളായിരുന്നു ഇടയ്ക്ക് മുഴുവൻ പ്രശ്നോത്തരിയായിരുന്നു. വളരെ നല്ല രീതിയിൽ എല്ലാവരും ആൻസർ പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ജീവിതത്തിൽ പകർത്താനുള്ള കാര്യങ്ങൾ ഭഗവാൻ, മര്യാദ പുരുഷോത്തമനായ ഭഗവാൻ നമുക്ക് കാണിച്ചു തന്ന കുറെ കാര്യങ്ങൾ. അപ്പൊ അതിലൊന്ന്, എങ്ങനെ ഒരു നല്ല പുത്രനാകാം, എങ്ങനെ ഒരു പുത്രനാകാം എന്ന് കാണിച്ചു തന്നു. അദ്ദേഹം എങ്ങനെയാണ് നല്ല പുത്രനാണെന്ന് കാണിച്ചു തന്നു. അദ്ദേഹം പിതാവ് ആവശ്യപ്പെടാതെ തന്നെ പിതാവിന്റെ ഇംഗിതം അറിഞ്ഞ് ഞാൻ ഇത്രയും വലിയ ദുഷ്കരമായിട്ടുള്ള ഒരു വനയാത്രയാണ് വിധിച്ചിരുന്നത് അല്ലേ? അപ്പൊ 14 വർഷത്തെ വനയാത്രയും അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക, രാജ്യാഭിഷേകം. സാധാരണഗതിയിൽ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും എന്താണ്, രാജ്യം എല്ലാവർക്കും അത് മതി അല്ലേ? അധികാരം മതി. അധികാരത്തിന്റെ പുറകെ നടക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ രാഷ്ട്രീയത്തിലും നമ്മൾ എവിടെ ചെന്ന് നോക്കി കഴിഞ്ഞാൽ, ഏത് സമുദായത്തിലും എവിടെ ചെന്ന് കഴിഞ്ഞാലും എല്ലാവർക്കും എന്താ, പ്രസിഡന്റ് ആയിരിക്കണം. അതിൽ കുറഞ്ഞ് ആർക്കും പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ പോകുന്ന ആ ഒരു സമയത്ത് ഭഗവാൻ നമുക്ക് ഉപദേശിച്ചു തരികയാണ്. എന്താണ് ഇതൊക്കെ, ഈ സ്ഥാനങ്ങളൊക്കെ എന്താണ്, വളരെ എന്താ പറയുക, നൈമിഷികമാണ്, വളരെ ടെമ്പററി ആണ്. അപ്പൊ അതല്ല, കാനനവാസമാണ് എന്താണ് ഈ രാജ്യം വസിക്കുന്നതിനേക്കാളും നല്ലതെന്ന് പറഞ്ഞിട്ട് ഭഗവാന് അത്രയും വലിയൊരു രാജ്യം ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ട് തയ്യാറായി. അപ്പം ഭഗവാൻ എന്താണ്, നല്ലൊരു പുത്രൻ എന്നുള്ള നിലയില്, അതുപോലെ തന്നെ നല്ലൊരു ഭർത്താവ് എന്ന നിലയിൽ ഭാര്യയുടെ ആവശ്യം, ഭാര്യ പാതിവൃത്യധർമ്മം പാലിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഭർത്താവിനെ ശുശ്രൂഷിക്കുക എന്നുള്ള ഭാര്യയുടെ ആ ഒരു കടമയ്ക്ക് വേണ്ടിയിട്ട് ഭാര്യ ആശ്രയിച്ചപ്പോൾ ആ ഭാര്യയ്ക്ക് അനുവാദം കൊടുത്തു. അതുപോലെ നല്ല ഒരു ഭ്രാതാവ് അല്ലെങ്കിൽ സഹോദരൻ എന്നുള്ള നിലയില് ലക്ഷ്മണനെ എന്ത് ചെയ്തു, കൂടെ കൊണ്ടുപോയി. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ പല സന്ദർഭങ്ങളും കണ്ടു. അവിടെ എന്തൊക്കെയാണ് സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നത്? ഒന്ന്, അവിടെ വെച്ചിട്ട് എന്താ പറയുന്നത്, ഈ കൂടെ രാജ്യവാസികളെല്ലാം, അപ്പൊ പ്രജകൾക്കെല്ലാം ഭഗവാൻ തന്നെ ഭരിക്കണം എന്നുള്ള ഇംഗിതമായിരുന്നു. പക്ഷെ പ്രജകളെല്ലാം കൂടെ ഇവരെ അനുഗമിച്ചു കഴിഞ്ഞപ്പോൾ പ്രജകളെ ഒഴിവാക്കി അവർ ഉറങ്ങിക്കിടന്ന സമയത്ത് ഭഗവാന് പിരിയേണ്ടി വന്നു. പിന്നീട് നമ്മൾ കണ്ടത് വനവാസികളുമായിട്ടുള്ള സഹവാസമാണ് അല്ലെ? വനവാസികൾ ആദ്യം തന്നെ കണ്ടത് കാട്ടുജാതിക്കാരനായ ഗുഹനെ കണ്ടു. അപ്പം ഗുഹന്റെ തോണി കടക്കുക, ഗുഹൻ ഉണ്ടാക്കി വടക്ഷീരമൊക്കെ കഴിക്കുക. അതുവഴി ഭഗവാൻ തെളിയിച്ചു തന്നു. ഭഗവാൻ അങ്ങനെ എന്താ, ഉച്ചനീചത്വം അങ്ങനെയൊന്നുമില്ല, മേൽജാതി കീഴ്ജാതി അങ്ങനെ ഒന്നും ഇല്ല. ഭഗവാൻ എല്ലാവരോടും സമനാണ് എന്നുള്ള ഒരു തത്വം നമുക്ക് കാണിച്ചു തന്നു. അതുപോലെ ഭക്തനായിട്ടുള്ള, മനസ്സ് പവിത്രമായിട്ടുള്ള ആർക്കും ഭഗവാനെ സേവിക്കാം എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി തന്നു. പിന്നീട് അദ്ദേഹം പോയ വഴികള് നമുക്ക് കണ്ട്, ഗംഗാനദി നമസ്കരിച്ചിട്ടാണ് ഗംഗാനദി കടന്നത്. അതുപോലെ തന്നെ ഭഗവാൻ ഓരോ ഭൗതിക പ്രകൃതിയിലുള്ള ഓരോ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ നമ്മൾ വിചാരിക്കുന്നത് അതിനെല്ലാം ഭഗവാൻ വന്ദിക്കുകയും വണങ്ങുകയും ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഗംഗാനദി കടക്കുന്നതിന് മുമ്പ് ഗംഗാനദിയെ പ്രാർത്ഥിച്ചു. സാഗരം കടക്കുന്നതിന് മുമ്പ് സാഗരത്തെ പ്രാർത്ഥിച്ചു. സാഗരം കടക്കാനായിട്ട് ഭഗവാന്റെ മായ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിഷ്പ്രയാസം കടക്കാം. വേണമെങ്കിൽ സാഗരം വഴി മാറി തരും. പക്ഷെ ഭഗവാൻ അത് ചെയ്തോ? ഇല്ല. എല്ലാവരുടെയും പ്രയത്നത്തിന്റെ ഫലമായിട്ട് എന്താണ്, ഇത് കല്ലിട്ട് കെട്ടി വളരെ ദുഷ്കരമായിട്ടാണ് കടന്നത് അല്ലെ? പിന്നെ നമ്മൾ കണ്ടു
ഓരോ ആശ്രമങ്ങളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവര് ഭഗവാൻ കൊടുത്ത ആതിഥ്യം, ഭഗവാൻ അവരോട് എങ്ങനെയാണ് പെരുമാറിയതെന്നുള്ളതും നമ്മൾ കണ്ടു അല്ലേ. പിന്നെ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നപ്പോഴും, സുധീഷ്ണാശ്രമം, ഭരദ്വാജ മഹർഷി, അങ്ങനെ ചിത്രകൂടം, പിന്നെ പഞ്ചവടി, ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ ഭഗവാൻ പോയപ്പോഴും നമ്മൾ കണ്ടു. അതിനിടയ്ക്ക് സീതാപഹരണം ഉണ്ടായി. പിന്നെ നമ്മൾ കാണുന്ന നമ്മൾ ഈ രാമായണം ഒറ്റ വാക്കിൽ ഒരു ശ്ലോകത്തിൽ പറയുമല്ലോ. ആർക്കാണ് അതറിയാവുന്നത്? ആർക്കാണ് അത് കാണാതെ അറിയാവുന്നത്? പൂർവം രാമതപോവനാനിഗമനം ഹത്വാമൃതം കാഞ്ചനം കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം ജടായുമരണം സംഭാഷണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം ബാലീനിഗ്രഹണം സമുദ്രതരണം സമുദ്രതരണം ലങ്കാപുരീദാഹനം ലങ്കാപുരീദാഹനം പശ്ചാത് പശ്ചാൽ രാവണ രാവണ കുംഭകർണ നിധനം കുംഭകർണനിധനം ഏതജ്ജിത് ഏവം രാമായണം. ച രാമായണം. അപ്പൊ ഒറ്റ വാക്കിൽ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജിക്ക് അറിയാൻ പറ്റുന്നല്ലേ? ഹരിപോൾ. ഉം. അപ്പം ഈ രാമായണം മൊത്തത്തിൽ ഒറ്റ ഇതുപോലെ ഭാഗവത്തിനും ഉണ്ട്. അതെ അല്ലേ. മാതാജി എന്താണ് ചോദിച്ചത്? കൃഷ്ണകുമാരി മാതാജി, ചതുശ്ലോകി രാമായണം എന്നാണോ പ്രഭു അതിന് പറയുന്നത്? അതാണോ? ഒറ്റ ശ്ലോകം, ഒറ്റ ശ്ലോകം. ഏകശ്ലോകി രാമായണം ഒറ്റ എന്നാ പറയുന്നത്. ശ്ലോകം. ഒറ്റ ശ്ലോകം. ഏക ശ്ലോകം. അതെ. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടു ജഡായു അല്ലെ. ജഡായു ആരായിരുന്നു? ഒരു പക്ഷിയായിരുന്നു. പക്ഷിയാണെന്ന് വെച്ചിട്ടും ഭഗവാൻ ആ പക്ഷിയോട് കാണിച്ച കരുണ, ആ പക്ഷിയെ തലോടുക, അതിന്റെ ആ പ്രാണവേദന അനുഭവിക്കുന്ന സമയത്ത് തലോടി ആ പക്ഷിക്ക് മോക്ഷം കൊടുക്കുക അല്ലെ. അതിന്റെ ആ ശവശരീരം ഭഗവാൻ എടുത്ത് തന്നെ നേരിട്ട് ഉദകക്രിയകൾ ചെയ്യുക. അപ്പം ആ പക്ഷിയോടും ഒക്കെ കാണിച്ച കരുണ. അതിനുശേഷം രാക്ഷസരോട് ഭഗവാൻ കാണിച്ചു അതെന്താണ്, എന്താണ് വളരെ നല്ല യോദ്ധാവിന്റെ ധർമ്മം കാണിച്ചു. രാക്ഷസരോട് എന്താ കാണിച്ചത്? അവരോട് ഖരദൂഷണ തൃശ്ശിരാക്കളെ 14,000 3.25 നാഴിക കൊണ്ട് ഭഗവാൻ കൊന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് കൊടുത്ത ശാപമോക്ഷങ്ങൾ കബന്ധന് കൊടുത്തു, വിരാധന് കൊടുത്തു, അങ്ങനെ പലർക്കും കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മള് സുഗ്രീവൻ, ബാലി, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെ കാണുന്നു. അപ്പൊ ഭഗവാൻ ഒരാളോട് സഖ്യം ചെയ്തു. ഭഗവാനോട്ട് സഖ്യം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നേട്ടം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അല്ലേ. സുഗ്രീവന് നേട്ടം ഉണ്ടായതും ബാലിക്ക് എന്താ പറയുക കോട്ടം ഉണ്ടായതും നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം ചിറയൊക്കെ ബന്ധിച്ചിട്ട് പോകുന്നതും നമ്മൾ പിന്നെ സമ്പാദിയുടെ വാക്യത്തിൽ കൂടെ നമ്മൾ വളരെ വലിയ തത്വങ്ങളാണ് പഠിച്ചത് അല്ലേ. നമ്മള് എന്താണ് സമ്പാദിയുടെ വാക്യത്തിൽ നാരായണ സ്വാമി ഒഴിഞ്ഞ് അന്യനെ ഞാൻ ഭജിക്കില്ല എന്നുള്ളൊരു പ്രതിജ്ഞ നമ്മളെല്ലാവരും എടുത്തത് നമ്മൾ മറന്നുപോയിരിക്കുന്ന ആ പ്രതിജ്ഞയുടെ കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തി അല്ലെ. നമ്മളെല്ലാം മറന്നുപോയിരിക്കുന്ന ആ പ്രതിജ്ഞ. അതിനുശേഷം പിന്നെ വീണ്ടും നമ്മള് കടന്നു, ഓരോരോ ഘട്ടങ്ങൾ കടന്നു. അതുപോലെ സമ്പാദിയല്ലേ ജനനം, ജന്മത്തിനെ പറ്റിയൊക്കെ പറയുന്ന സമ്പാദിയല്ലേ ജനനം, ഓരോ സ്റ്റേജിലും നമ്മൾ കടന്നു പോകുന്ന ആ വളർച്ച അടക്കമുള്ള എല്ലാ കാര്യങ്ങളും, നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അമ്മയുടെ വയറ്റിൽ ഇങ്ങനെ കിടന്ന് യാതനകൾ അനുഭവിക്കേണ്ടി വരുന്നത്, അതുപോലെ അതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ലക്ഷ്മണോപദേശം അയോധ്യാകാന്ഡത്തിലും ആരണ്യകാന്ഡത്തിലും കണ്ടു 2 തവണ. പിന്നെ നമ്മൾ രാമ-സീത തത്വം കണ്ടു. അങ്ങനത്തെ എത്ര ഭാഗങ്ങളിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പിന്നെ അവസാനം യുദ്ധം. അപ്പം നല്ലൊരു രാജാവിന്റെ കടമ എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുകയാണെന്നുള്ളതാണ് അല്ലെ, ക്ഷത്രിയന്റെ കടമ. അപ്പൊ അങ്ങനെ ആ ഒരു യുദ്ധം ചെയ്ത് ശത്രുവിനെ പരാജയപ്പെടുത്തി ആ ശത്രുക്കൾക്കൊക്കെ തന്നെ ഭഗവാൻ മോക്ഷവും കൊടുത്തു. പിന്നെ അങ്ങനെ അതുപോലെ വിഭീഷണന് രാജ്യാഭിഷേകം തിരിച്ചു കൊടുത്തു. അപ്പൊ ഭഗവാന്റെ കൂടെ ആര് ചേരുന്നോ അവർക്കൊക്കെ ലാഭമാണ് ഉണ്ടാകുന്നത്. അപ്പൊ വിഭീഷണൻ ഭഗവാന്റെ കൂടെ ചേർന്നു. അപ്പം വിഭീഷണനുണ്ടായ നേട്ടങ്ങള്, അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് രാജ്യാഭിഷേകം, അതുപോലെ ഭഗവാന്റെ സഹോദരന്മാര് ചെയ്തത്, ഭഗവാനോട് ചെയ്ത കാര്യങ്ങള് എന്തൊക്കെയായിരുന്നു? അല്ല, അതിലും രസമുണ്ട് പ്രഭുജി. തിരിച്ചു വരാൻ നേരത്ത് സീതാദേവിയെ കൊണ്ട് നിർത്തുമ്പോഴത്തേക്ക്, സീതാദേവിയെ കാണാൻ വേണ്ടി കുരങ്ങന്മാര് ചെല്ലുമ്പോഴത്തേക്ക് അവരവിടെ ഇരിക്കുന്നു പറഞ്ഞ് അവരോട് ദേഷ്യപ്പെടും. ഭഗവാൻ ഇഷ്ടപ്പെടത്തില്ല. ഭഗവാൻ പറയും, ആരാണ് സീതാദേവിയെ കാണുന്നതിന് നിങ്ങൾ കുരങ്ങന്മാരെ വിലക്കുന്നത്? അമ്മയെ കാണുന്ന പോലെ വന്ന് എല്ലാവരും കാണുമോന്നും പറഞ്ഞ് ഭഗവാൻ പറയും. അപ്പോഴത്തെ ആ കുരങ്ങന്മാരുടെ ഒരു സന്തോഷമൊക്കെ, എന്നിട്ട് അവരെ എല്ലാം കയറ്റിക്കൊണ്ട് പോരുമല്ലേ രാജകോട്ട. അവരുടെ ഭാര്യമാരെ കൂടെ കൊണ്ടുവരാൻ പറയുമല്ലേ. ഭാര്യമാരെയും കുരങ്ങന്മാരെയും എല്ലാവരെയും കൂടെ കൊണ്ടുവരും അഭിഷേകം കാണാൻ. എന്താ പറയുക, ദയാലുവാണ്, കരുണാസിന്ധുവാണ്. അപ്പൊ അങ്ങനെ
ഒരുപാട് ഭഗവാന്റെ ലീലകൾ നമ്മൾ കണ്ടു. നമ്മൾ 2 പ്രശ്നോത്തരികളിലായിട്ട് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസിലൂടെ കവർ ചെയ്തു പോയി. ജ്ഞാനാംബിക മാതാജിക്കൊക്കെ ഫസ്റ്റ് ആയിരുന്നു അല്ലേ മാതാജി? ജ്ഞാനാംബിക മാതാജിക്ക് ഞാൻ കേറിയില്ല, ഇല്ല എനിക്കും കിട്ടിയാന്. ഞാൻ മാതാജിക്ക് കേറാൻ കണ്ടില്ല, എനിക്കും കിട്ടിയത് ഉറപ്പായിട്ടും കിട്ടിയത്. അതെ അല്ലേ? പിന്നെ അപ്പം നമുക്ക് പ്രഭു മനസ്സിലാക്കി നമ്മള് പ്രൈസ് ഡിക്ലെയർ ചെയ്തില്ല. ഇന്നലെ നിങ്ങൾ തുല്യമായിരുന്നു. പത്മ മാതാജിയും രാധിക മാതാജി ഇന്നലത്തെ. മിനിഞ്ഞാന്നത്തെ രാധിക മാതാജി ഫസ്റ്റ്. അപ്പൊ പ്രൈസ് ഒന്നുമില്ല ഞങ്ങക്ക്. പ്രൈസ് ഉണ്ടല്ലോ, അത് തന്നെ വലിയ പ്രൈസ് അല്ലേ കേറിയത് ഭഗവാൻ തരാൻ പോകുന്ന ഇത് prize തന്നെ എന്താണ്? കേറാൻ പറ്റിയത്. അതെ, കേറാൻ പറ്റിയത് തന്നെ പ്രൈസ് അല്ലേ? ഒരു അവലോകനം ചർച്ച ചെയ്ത് തന്നെ വലിയ പ്രൈസ്. ആ, ഈ അറിവൊക്കെ പകർന്നു വരുന്നത് തന്നെ വലിയ പ്രൈസ് അല്ലേ? ഭഗവാൻ തരാൻ പോകുന്ന അതെ, പ്രൈസ് അതെ. എന്താണെന്ന് മാതാജി കണ്ടോ? ഉം. ഭഗവാൻ തരാൻ പോകുന്ന പ്രൈസ് മാതാജി ഓ കണ്ടോ? ഉം. അതെ, ഭഗവാൻ തരട്ടെ. ഞാൻ എന്തെങ്കിലും ഒരു സാധനം തന്നു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എന്താ വളരെ നിസ്സാരമല്ലേ? പക്ഷെ ഭഗവാൻ അത് ഒരു പ്രൈസ് തരുവാണെങ്കിലോ? ഞാൻ തമാശ പറഞ്ഞ പ്രഭു. ഇല്ല, ഇന്നലെ തമാശല്ല മാതാജി, ഇത് കാര്യം തന്നെയാണ്. ഞാൻ പറയുന്നത് വളരെ കാര്യമായിട്ട് പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് മാതാജി ഭഗവാന്റെ അടുക്കൽ നിന്ന് ഒരു പ്രൈസ് മേടിക്കാണ്ട് തയ്യാറായിരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ വളരെ നല്ല രീതിയിൽ അത് രാമായണ പാരായണം കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് പേര് പുറത്തു നിന്നൊക്കെ വന്നു കയറി രാമായണ പാരായണത്തില്. സ്മിത മാതാജിയുടെ ഗ്രൂപ്പിലുള്ളവരും വിലാസിനി മാതാജിയുടെ ഗ്രൂപ്പിലുള്ളവരും എല്ലാവരും വന്ന് നമ്മുടെ കൂടെ ചേർന്നു. അങ്ങനെ അതൊരു നല്ല ഒരു പ്രോഗ്രാമായി. കാര്യം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് തുടങ്ങിയെങ്കിലും എല്ലാ വർഷവും ഭഗവാൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് തോന്നുന്നു. അങ്ങനെ നല്ല ഒരു രീതിയിൽ അത് പര്യവസാനിച്ചു. അപ്പൊ ഞാൻ ക്വസ്റ്റ്യനിലൂടെ കടന്നു പോയപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ഞങ്ങൾ എല്ലാവരും ഇതുവരെ ഇത്രയും നാള് വായിച്ചത് വെറുതെ വായിച്ചു പോകുമായിരുന്നു. അതായത് ധൃതരാഷ്ട്രർ നമ്മള് ഭഗവത്ഗീത കേട്ടതുപോലെ വെറുതെ വായിച്ചു പോകുമായിരുന്നു. ആരും ഇതിന്റെ ഉള്ളിൽ എന്താണ് പറഞ്ഞിരുന്നതെന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾക്ക് ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് എല്ലാവരുടെ അടുക്കൽ നിന്ന് നമുക്ക് കേൾക്കാനായിട്ടിടയായി. അപ്പൊ എല്ലാവർക്കും ഒരു ആഗ്രഹം തോന്നിച്ചു. അത് തന്നെ ഒരു വലിയ കാര്യം. നമ്മൾ ആ പാരായണം കൊണ്ടുണ്ടായ ഒരു പ്രധാനപ്പെട്ട എല്ലാവർക്കും ഒരു ആഗ്രഹം തോന്നി, ഇതൊക്കെ പഠിക്കണം, അതായത് ഇതൊക്കെ മനസ്സിലാക്കണം, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കണം എന്നൊരു ആഗ്രഹം എല്ലാവരിലും ഉദിച്ചു. അതൊരു ഭഗവാന്റെ കൃപ കൊണ്ട് വളരെ നല്ല ഇതായിട്ട് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ പറയുന്ന ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് കയറാം. അപ്പൊ നമ്മള് ജയോ രാധ മാധവ കുഞ്ച വിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. ജയോ രാധ മാധവ കുഞ്ച വിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യമുന തിരവനചാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാമി സുഭാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണ ലളിതാ ശ്രീവിശാഖാനുതാം ചാൻ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനതാരിണം. പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം വാഞ്ചാകൽപതരൂപശ്ച കൃപാ സന്ദുഭേവ ച
പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദ കീ ജയ്. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനീതി നാമിനി നമാചാര്യായ പദായ നിത്യായ കൃപാപ്രദായിനേ ഗൗരഗദ ദാമോദായ നഗരഗ്രാമ താരിണേ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗരോത്രവൃന്ദം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 1 കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം. ശ്ലോകം 10, 11, 12. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. മാതാജി മയക്ക് വേണാക്കൂ. ഹരേ കൃഷ്ണ. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രതി ദേവി മാതാജി. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തദിമേ തേഷാം ബലം ഭീമാഭിരക്ഷിതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭുപാദ്. യാതൊന്ന് ഭീഷ്മാഭിരക്ഷിതം ഭീഷ്മരാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവോ തത് അങ്ങനെയിരിക്കുന്നു. അസ്മാകം നമ്മുടെ ബലം ശക്തി സേനാബലം അപര്യാപ്തം അളവറ്റതാണ്. ഭീമാഭിരക്ഷിതം ഭീമനാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഏതേഷാം ഇവരുടെ ഇതം ബലം തു ഈ സൈന്യബലമാകട്ടെ പര്യാപ്തം പരിമിതമാണ്. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ വിവർത്തനം. ജയ് ശ്രീല പ്രഭുപാദ്. അളവറ്റതാണ് നമ്മുടെ സൈന്യബലം. പിതാമഹനായ ഭീഷ്മരാൽ സുരക്ഷിതവുമാണ്. എന്നാൽ ഭീമൻ രക്ഷിച്ചു പോരുന്ന പാണ്ഡവ സൈന്യമാകട്ടെ വളരെ പരിമിതവും. ഹരേ കൃഷ്ണ. വിവർത്തനം ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ. അളവറ്റതാണ് നമ്മുടെ സൈന്യബലം. പിതാമഹനായ ഭീഷ്മരാൽ സുരക്ഷിതവുമാണ്. എന്നാൽ ജീവൻ രക്ഷിച്ചു പോരുന്ന പാണ്ഡവ സൈന്യമാകട്ടെ വളരെ പരിമിതവും. ഹരേ കൃഷ്ണ. സുജന മാതാജി. ഭാവാർത്ഥം. ജയ് ശ്രീല പ്രഭുപാദ്. ഭീഷ്മരാൽ രക്ഷിക്കപ്പെടുന്ന നമ്മുടെ സൈന്യം അപൂർണവും. മാതാജി വേറെന്തോ വായിക്കുന്നേ. ഈ ഭഗവത്ഗീത യഥാരൂപം അല്ലായിരിക്കും. യഥാരൂപം അല്ല. ഭഗവത്ഗീത യഥാരൂപം ഉള്ള ആരെങ്കിലും വായിക്കുക. അടുത്ത ആരാണ് ഉള്ളത്? പത്മ മാതാജി. കൃഷ്ണ. ഹരേ കൃഷ്ണ. അളവറ്റതാണ് നമ്മുടെ സൈന്യബലം. പിതാമഹനായ ഭീഷ്മരാൽ സുരക്ഷിതവുമാണത്. എന്നാൽ ഭീമൻ രക്ഷിച്ചു പോരുന്ന പാണ്ഡവ സൈന്യമാകട്ടെ വളരെ പരിമിതവും. ഹരേ കൃഷ്ണ. അത് വിവർത്തനം. ഭാവാർത്ഥാണ് ഞാൻ ചോദിച്ചത്.
ഭാവാർത്ഥം. രണ്ടു കൂട്ടരുടെയും സൈന്യബലത്തെ ദുര്യോധനൻ താരതമ്യപ്പെടുത്തുകയാണ്. തന്റെ സായുധ സേനാബലം അളവറ്റതും പിതാമഹനായ ഭീഷ്മരുടെ തഴക്കമുള്ള കൈകളിൽ സുരക്ഷിതവുമാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. മറിച്ച് പാണ്ഡവരുടെ സൈന്യം പരിമിതവും ഏറെ യുദ്ധപരിചയമൊന്നുമില്ലാത്ത ഭീമൻ രക്ഷിക്കുന്നതുമാണ്. ഭീഷ്മരോടൊത്ത് നോക്കുമ്പോൾ ഭീമൻ വെറും നിസ്സാരനാണ്. ദുര്യോധനന് എന്നും ഭീമനോട് അസൂയയുണ്ടായിരുന്നു. കാരണം താൻ കൊല്ലപ്പെടുകയാണെങ്കിൽ അത് ഭീമന്റെ കൈകൊണ്ടായിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ട് തന്നെ. എങ്കിലും ഭീമനേക്കാൾ വളരെയധികം കഴിവുള്ള ഭീഷ്മന്റെ സേനാധിപത്യം തനിക്ക് വിജയം നേടിത്തരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. യുദ്ധത്തിൽ നിശ്ചയമായും വിജയശ്രീലാളിതനാകുമെന്ന് കരുതി. ഹരേ കൃഷ്ണ. അദ്ദേഹം കരുതി അല്ലേ? അപ്പം നമ്മൾ ആദ്യം കണ്ടു, ആദ്യം ഒരു അച്ഛൻ്റെ ആ ഒരു പുത്രവാത്സല്യം നമ്മൾ കണ്ടല്ലേ, മാമക പാണ്ഡവാശൈവ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു ഈ പറയുന്ന ദുര്യോധനൻ ചെന്ന് അദ്ദേഹത്തിന്റെ ഗുരുവായ ദ്രോണാചാര്യരുടെ അടുക്കൽ ചെന്നിട്ട് പറയുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ദുര്യോധനൻ ചെന്ന് പറഞ്ഞു, ഇതുപോലെ അങ്ങയുടെ ശിഷ്യനായിട്ടുള്ള അങ്ങയെ തന്നെ വധിക്കാനായിട്ട് ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള ആള് ദൃഷ്ടദ്യുമ്നനാണ് അവരുടെ സേനാധിപതി. അതുപോലെ തന്നെ അങ്ങയുടെ ശിഷ്യന്മാരും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ആ പ്രധാനപ്പെട്ട സേനാനായകരെ ഒക്കെ എടുത്തെടുത്ത് വർണ്ണിക്കുകയാണ്. അതിനുശേഷം സ്വന്തം സൈന്യത്തിലെ ഒരു ബലം, അതായത് നമ്മളൊട്ടും പിന്നിലല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആരാലും തോൽപ്പിക്കപ്പെടാത്ത ആളാണ് ദ്രോണർ. അപ്പൊ ദ്രോണരെ തന്നെ ആദ്യം പറയുന്നു, പിന്നെ ഭീഷ്മരെ പറ്റി പറയുന്നു. അങ്ങനെ ആ കൂടെയുള്ള ജയദ്രഥനെ, അങ്ങനെയൊക്കെയുള്ള ഓരോ ആൾക്കാരെ പറ്റി ഒന്നൊന്നായി പറയുന്നു. അവരുടെ എല്ലാം ആ ഒരു കരുത്തും എല്ലാം പാണ്ഡവർക്കെതിരെ ചേർന്നിട്ടുള്ള സൈന്യബലത്തിൽ എന്ന് പറഞ്ഞാൽ അവരെക്കാളും ഒരുപാട് കൂടുതലാണ്. അവിടുത്തെ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. പക്ഷെ അദ്ദേഹം യുദ്ധം ചെയ്യില്ലല്ലോ, വെറുതെ നിൽക്കില്ല. പക്ഷെ ഭഗവാൻ എവിടെയുണ്ടോ അവിടെയാണ് ജയം എന്നുള്ളത് നമ്മൾ കണ്ടല്ലേ. ആ ഒരു ശ്ലോകം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലേ. ഏത് ശ്ലോകമായിരുന്നു? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ആർക്കും ഓർമ്മയില്ലേ? എത്ര യോഗീശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർ വിജയ ധ്രുവാനീതിർ മതിർമമ അല്ലെ? ഭഗവത്ഗീതയുടെ 18ാമത്തെ അതിൽ ഏറ്റവും അവസാനം സഞ്ജയന്റെ അഭിപ്രായമായിട്ട് പറയുവാണ് അല്ലെ. എവിടെ വില്ലാളി വീരനായ അർജുനനുണ്ടോ, എവിടെ എന്താ പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാനുണ്ടോ, അവിടെ എന്താണ് വിജയം സുനിശ്ചിതമാണ്, ഇതിന് യാതൊരു സംശയവുമില്ല എന്ന് ഈ ഭഗവത്ഗീത മുഴുവൻ കഴിഞ്ഞു കഴിഞ്ഞിട്ട് പറയുകയാണല്ലേ. ഈ ഉപദേശം മുഴുവൻ കഴിഞ്ഞു കഴിഞ്ഞിട്ട് സഞ്ജയൻ പറയാം, ഇതൊക്കെ തന്നെ ധൃതരാഷ്ട്രർക്ക് സൂചന കൊടുത്താണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ യുദ്ധം ഒഴിവാക്കാമായിരുന്നു, പക്ഷെ അദ്ദേഹം അതിനു വേണ്ടി ഒന്നും ചെയ്തില്ല. ഈ ഭഗവത്ഗീത മുഴുവൻ കേട്ടിട്ടും യാതൊരു വ്യത്യാസം ഉണ്ടാകാതിരുന്ന ഒരു വ്യക്തിയാണ് എന്താണ് പറയുന്നത് ധൃതരാഷ്ട്രർ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരുടെ രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്? ധൃതരാഷ്ട്ര രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. എത്ര പേർക്ക് താല്പര്യമുണ്ട് ധൃതരാഷ്ട്രത്തെ പോലെ മനസ്സിലാക്കാനായിട്ട്? കൈപൊക്കുക. ആരും കാണുന്നില്ല, പിന്നെ എങ്ങനെ കൈപൊക്കുന്നത്? ഒരാളും ഇല്ല, എവിടാ പോയിരിക്കുന്നത്? ഒരാളെയും കാണുന്നില്ല. ഞാൻ 2 ഭഗവാന്മാർ എന്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അവർക്കാണ് ക്ലാസ് എല്ലാരും ഉണ്ട്. ഹരിപോൽ. അപ്പൊ എന്താണ്, ഞാന് ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഭഗവാന്മാരോട് തന്നെ ചോദിക്കാം. എന്തായാലും ആരും കാണാത്ത സ്ഥിതിക്ക് ഞാൻ പിന്നെ ഉറങ്ങിപ്പോയാൽ നിങ്ങൾ വിളിച്ചേക്കണം കേട്ടോ. ഇന്ന് ഏകാദശി ആയ കാരണം ഇന്ന് എന്താ പറഞ്ഞ കപ്പയും ഇതൊക്കെയാണ്, ചക്കയൊക്കെയാണ് കഴിച്ചത്. അപ്പൊ അത് കഴിച്ച് നല്ല ഉറക്കാണ്. നല്ല ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുക. രാമായണം ചെമ്മേന്റെ ക്ഷീണം ചിലപ്പോ അതുമായിരിക്കാം. എല്ലാരും വ്രതം എടുക്കുന്ന ദിവസം ഉറക്കം പതിവാണ്. ഉറക്കം ഇങ്ങനെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഉറക്കാണ് വരുന്നത് വ്രതം എടുക്കുന്ന ദിവസങ്ങൾ. അല്ലേ പ്രഭുജി? ലാസ്റ്റ് ആയപ്പോ തനിയെ അങ്ങ് നിന്നു ഫോണിന്. ലാസ്റ്റില് പറയാൻ പറ്റിയില്ല. അതെ. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊക്കെ വീഡിയോയിൽ ഇരുന്നില്ല ഞാൻ ഉറങ്ങിപ്പോന്ന് പറഞ്ഞത്. ഞാനിവിടെ 2 ഭഗവാന്മാരെ നോക്കിയിട്ടാണ് ഇപ്പൊ ക്ലാസ് എടുക്കുന്നത്.
ഓക്കെ. നമ്മൾ എപ്പോഴും വെറുതെ വായിച്ചങ്ങ് പോകും, ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ പ്രഭുജിയിൽ നിന്നും കുറെ പഠിക്കാൻ പറ്റി. നല്ലതായിരുന്നു രാമായണം അങ്ങനെ കയറിയത്. ഞാൻ പകുതി വെച്ചാണ് കയറിയത്, പക്ഷെ നല്ലതായിരുന്നു. എല്ലാം മനസ്സിലാക്കാൻ പറ്റി കുറെ കാര്യങ്ങൾ. നമുക്കൊന്നും അറിഞ്ഞൂടാ, വെറുതെ അങ്ങ് വായിച്ചു പോകുമായിരുന്നു. അതെ. അപ്പൊ എന്തായാലും നമ്മൾ അതുപോലെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെക്ഷൻ നമ്മൾ മുഴുവൻ വായിച്ചു തീർക്കുക എന്നുള്ളതിലുപരി അതിൽ വായിച്ചതിൽ എന്താണുള്ളത്, പ്രധാനപ്പെട്ട തത്വം എന്താണുള്ളതെന്ന് മനസ്സിലാക്കി പോവുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് നമ്മളത് വളരെ നല്ല രീതിയിൽ പര്യവസാനിച്ചു. അത് പലരും പറഞ്ഞത് താമസിച്ചു കയറാൻ പറ്റിയുള്ളൂ, ഒരുപാട് വൈകിപ്പോയി, അവർ വലിയ നഷ്ടം പോലെയാണ് പലർക്കും തോന്നിച്ചത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ അകത്ത് ചർച്ച ചെയ്തു എന്നുള്ളതാണ്. ഈ 1 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളെങ്കിലും ഒരുപാട് പ്രധാനപ്പെട്ടത്, അത് ഞാൻ പോലും ഉദ്ദേശിച്ചിട്ട് ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതിയോ പറഞ്ഞതല്ല. ആ സമയത്ത് ഭഗവാൻ എന്നെ കൊണ്ട് തോന്നിപ്പിച്ച് പറയിപ്പിച്ചാണ്. പക്ഷെ എനിക്ക് പിന്നീട് ആലോചിച്ചപ്പോൾ തോന്നി, ഇതൊക്കെ എനിക്കറിയാവുന്നതായിരുന്നോ, ഇത് ഞാൻ തന്നെ പറഞ്ഞാണോ, ഇത് അന്നൊക്കെ എനിക്കൊരു തോന്നലുണ്ടാക്കിയ പോലുള്ള സന്ദർഭങ്ങളാണ് ഉണ്ടായത് പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോൾ. കാര്യം ഞാൻ ആദ്യമായിട്ടാണ് രാമായണത്തെ ഇങ്ങനെ ഒരു കമന്ററി ചെയ്യുന്നത്, ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ. രാമായണം പാരായണം ഇപ്പൊ 2 പ്രാവശ്യം 3 പ്രാവശ്യം എങ്ങാണ്ട് ഫുൾ ഡേ ഇരുന്ന് ഇവിടെ ഈ രാജ്യത്ത് വന്നതിന് ശേഷം 3 പ്രാവശ്യം കണ്ട് ഇപ്പം ഒരു ദിവസം കൊണ്ട് രാമായണ പാരായണം തീർക്കുന്നവർ ഓരോ വീടുകളിലും വെച്ചിട്ടുള്ള ആ രീതിയിൽ അറ്റൻഡ് ചെയ്തിരുന്നു. ഞാൻ 3 തവണ കണ്ട്. ഇപ്രാവശ്യം അങ്ങനെ ആരും ഉണ്ടായില്ല. ഞാൻ അങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചു, പക്ഷെ ആർക്കും സമയമില്ല, ഞാൻ ഒറ്റയ്ക്ക് നിന്നാൽ നടക്കത്തുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം അത് ഉണ്ടായില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അനുഭവം എനിക്കുണ്ടായി. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പുറം നിങ്ങൾക്ക് പലരും പുതിയ ആൾക്കാരാണ് എന്നെ സംബന്ധിച്ചിട്ട്. ഞാൻ പറഞ്ഞില്ലേ, വിലാസിനി മാതാജിയുടെ സ്റ്റുഡൻസും പിന്നെ നമ്മുടെ സ്മിത മാതാജിയുടെ, ശ്യാമള ഹരിപ്രിയ ദേവിദാസി മാതാജിയുടെ സ്റ്റുഡൻസും അവരായിരുന്നു വന്നത്. അപ്പൊ അവര് വന്നു കഴിഞ്ഞപ്പോ ശ്യാമള ഹരിപ്രിയ മാതാജിയുടെ സ്റ്റുഡൻസ് അവസാന സമയത്ത് ഇല്ലാതായിപ്പോയി. കാര്യം അവര് നമ്മുടെ ഗ്രൂപ്പിലില്ല. അതുപോലെ ഇത് അങ്ങോട്ട് ഫോർവേഡ് ചെയ്താലേ അവർക്ക് കയറാൻ പറ്റത്തുള്ളൂ. മാതാജി ഫോർവേഡ് ചെയ്തില്ല, അതുകൊണ്ട് അവർക്കാർക്കും കിട്ടിയില്ല. അപ്പൊ അങ്ങനെ മാതാജി തിരക്കിലായിപ്പോയി, അതുകൊണ്ട് അവർക്കാർക്കും കിട്ടിയില്ല. അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നു, അവർക്ക് പിന്നീട് കയറാൻ പറ്റാഞ്ഞത്. പക്ഷെ അത് എന്നെ സംബന്ധിച്ചു അതൊരു വലിയൊരു ഒരു ചരിത്ര നിമിഷമായി എനിക്കിപ്പോ തോന്നുന്നു. കാര്യം ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരു ഭാഗവതമൊക്കെ എടുക്കാനായിട്ട് ആൾക്കാർ പോകുമ്പോഴത്തേനും അവിടെ ഓരോരുത്തർ പറയുന്ന കാണുമ്പോൾ എനിക്ക് കൊതി തോന്നാറുണ്ട്. ഇവരിങ്ങനെ പറഞ്ഞു പോകുന്ന ഇതെല്ലാം എങ്ങനെ പഠിച്ചു വെക്കുന്നു, ഇത്രയും കാര്യങ്ങൾ എങ്ങനെ അവർക്ക് ഓർത്തിരിക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ പലപ്പോഴും ആ ഹരിഗോവിന്ദൻ നമ്പൂതിരിയുടെ ഒക്കെ ഭാഗവത യൂട്യൂബിൽ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഇത്രയും ശ്ലോകങ്ങൾ എങ്ങനെ പഠിച്ചു വെക്കുന്നു, ഇത്രയും കാര്യങ്ങൾ എങ്ങനെ ഓർത്തു വെക്കുന്നു. 18,000 ശ്ലോകമുണ്ട്. അതിൽ അറിയാത്ത കുഞ്ഞിലെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മറക്കത്തില്ല. അവരൊക്കെ കുഞ്ഞിലേ കേട്ട് പഠിക്കുന്ന, വീട്ടിൽ അച്ഛനും അമ്മയും പറയുമ്പോ അത് കേട്ട് കേട്ട് അവരുടെ ബൈഹാർട്ടാ. അവര് തന്നെ അവരുടെ ഉള്ളിൽ ഒരു പുസ്തകമാ. അതെ അങ്ങനെ. അതുകൊണ്ട് 5 വയസ്സിന് 10 വയസ്സിന് താഴെ പഠിച്ചാ പിന്നെ നമ്മളെ സ്കൂളിൽ പഠിച്ച പദ്യങ്ങളൊക്കെ ഇപ്പോഴും ഓർക്കുന്നില്ലേ? എത്രയോ വർഷമായി. ഞാൻ 1ലും 2ലും ഒക്കെ പഠിച്ച പദ്യം ഇപ്പോഴും ഓർക്കും. സ്കൂളിൽ പഠിച്ച അത് കുറെ മറക്കത്തില്ല. കാര്യങ്ങളുണ്ട് രാമായണത്തിലെ. പക്ഷെ ഇപ്പൊ ഒന്ന് സ്കൂളിൽ രാമായണത്തിലെയോ ഒന്നുമില്ല, ഭാഗവതത്തിലെയോ ഒരു കാര്യങ്ങളും ഒരു ഇല്ല. വകയില്ല. അതെല്ലാം എടുത്തു കളഞ്ഞു. സ്കൂളിൽ അതൊക്കെ എടുത്തു പഠിച്ച കളഞ്ഞു. ലക്ഷ്മണോപദേശം ഞാൻ പഠിച്ചതാണ്. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം എന്നും പറഞ്ഞിട്ട് നീ കേൾക്കണം, മത്സരാജ്യം വെടിഞ്ഞ് എന്നുടെ വാക്കുകൾ. അതെ. പിന്നെ അടുത്തത് ഭർത്താവെ കണ്ടില്ലയോ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം ചിത്രയും ചിത്രം ചിത്രം എത്രയും കൃഷ്ണമയം ചിത്രം ഇതിനെ പിടിക്കുവാൻ ചിത്രം നൃത്തം കനകമയം എത്രയും ഇതിനെ പിടിപ്പാൻ ഇത്രയും മെരുക്കമുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അത് പഠിച്ചാണ് ഞാന്. അതുപോലെ തന്നെ ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നീയല്ലോ ബലാൽ ശൈവജാപം കണ്ണിച്ചതെന്റെ കയ്യിലുണ്ടൊരു ജാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയ കുലാന്തകനാകിൽ നീ ഇതുകൊണ്ട് സത്വരം പ്രയോഗിക്കിൽ എന്ന് പറഞ്ഞ് അതൊക്കെ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതെ, സ്കൂളിൽ പഠിച്ചതാണ്. അപ്പം ഭഗവാൻ പറയുന്നുണ്ട്, കൊച്ചുകുട്ടികളോട് ഇങ്ങനെ ദേഷ്യം കാണിക്കാമോ എന്നും ഭഗവാൻ തിരിച്ചു ചോദിക്കുന്നതുകൊണ്ട്. വില്ലിഞ്ഞ് തന്നാകിലോ കുലച്ചിടാം അല്ലെങ്കിൽ തിരുവുള്ള കേടുമുണ്ടാക വേണ്ട. അത് എത്ര സൗമ്യമായിട്ടാ ഭഗവാൻ പറയുന്നത്. അതെ. എത്ര മധുരമായിട്ടുള്ള വരികളാണ് അത്. ആ എഴുത്തച്ഛൻ അത് വരച്ചു വെച്ചിരിക്കാതെ.
അപ്പൊ അങ്ങനെ ആ. അപ്പൊ അങ്ങനെ അതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നന്നായി പോകത്തില്ലേ? അതൊക്കെ പഠിച്ച കുഞ്ഞുങ്ങൾ ബുദ്ധിപരമായിട്ട് നന്നാകും. അത് ഉണ്ടാകല്ലേ, അതുകൊണ്ടാണ് അതൊക്കെ എടുത്ത് മാറ്റിയത്. മാറ്റി വെച്ചിരിക്കുന്നത്. അതെ അതെ അപ്പൊ ഇറച്ചി തിന്നാനും മുട്ട തിന്നാനും ചിക്കൻ കടിക്കാനും ഒന്നും അവർക്ക് തോന്നത്തില്ല. അപ്പൊ അതെ അങ്ങനെ അതെ വന്നാൽ ശരിയാവും. ഇപ്പോഴത്തെ ഇവരുടെ ജിഹാദുകളുടെ ഫലവും ബംഗ്ലാദേശിലെ പ്രശ്നമൊക്കെ ഉണ്ടാകണേ നമ്മളെ ഇങ്ങനെ വാർക്കണം. അതിനാണ് അവർ ഇതൊക്കെ മാറ്റിയത്. അതെ അതെ. പിന്നെ അടുത്തത് എന്താ പറയുന്നത്, നമ്മുടെ ജ്ഞാനാംബിക മാതാജിയും പിന്നെ നമ്മുടെ രാധിക മാതാജിയും പിന്നെ ആരുടെ സുജന മാതാജിയും കൂടെ ഇന്നലെ ഒരു യാത്രയൊക്കെ നടത്തി. അപ്പം ആ ഒരു കഥ നമ്മൾ പറഞ്ഞില്ലേ? പറഞ്ഞു ആ നിങ്ങൾ 3 പേരും ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് യാത്ര പോകുന്നത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നിങ്ങൾ എവിടെയാ പോയത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ജ്ഞാനാംബിക മാതാജി എവിടെയാണ് പോയത് ഇന്നലെ ബസ് കയറി? ലോകത്തോട്ട് പോകാൻ പോയതാ. മാതാജി ഹരിപ്പാട് അപ്പോഴാണ് മാതാജി കണ്ടത്. ഹരിപ്പാടിന് പോവായിരുന്നു. സുജന മാതാജി തിരുവനന്തപുരത്ത്, രാധിക മാതാജി അങ്ങോട്ട് വരുന്നു, ബാംഗ്ലൂർക്ക് പോവായിരുന്നു അല്ലേ? അപ്പൊ നിങ്ങൾ നല്ല യാത്ര എന്തൊക്കെയാ പറഞ്ഞതെന്നൊക്കെ ഓർമ്മയുണ്ടായിരുന്നോ? ബസ് സ്റ്റോപ്പിൽ നിന്ന് ജ്ഞാനാംബിക മാതാജി കോരി അങ്ങ് ഒഴിച്ചു അല്ലെ കുറെ കാര്യങ്ങള്. എന്നിട്ട് നിങ്ങളുടെ ബസ് വന്ന് 3 പേരും 3 സ്ഥലത്ത് ആ കഥകളൊക്കെ കേട്ടായിരുന്നോ? അതെ. നല്ലതായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു ശ്ലോകം ഇപ്പൊ പറഞ്ഞ ലക്ഷ്മണോപദേശത്തിൽ ഏതാണെന്ന് പറയാമോ? ഞാൻ ഏത് ശ്ലോകത്തെ അനുബന്ധിച്ചിട്ടാണ് ഈ കഥ പറയാനിടയത്? അതുകൊണ്ടാണ് ഞാൻ ഈ എക്സാമ്പിൾ ഇപ്പൊ ഓർത്തത്. പെരുവഴി അമ്പലം പെരുവഴി അമ്പലം തന്നെ. പെരുവഴി ശാന്തരായി കൂടി വിയോഗം ശാന്തരായിക്കൂടെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ആ ഒരു ശ്ലോകം പറയാൻ നേരത്താണ് നമ്മൾ ഈ എക്സാമ്പിൾ പറഞ്ഞത് അല്ലെ? നിങ്ങളെ 3 പേരെയും ബസ് സ്റ്റോപ്പിൽ എത്തിച്ചതും അവിടെ നിന്ന് നമ്മൾ ആ ഒരു സ്റ്റോറി പറഞ്ഞു തുടങ്ങിയതും അല്ലേ? ഓരോരോ ബസ് വന്ന് നിങ്ങൾ വേറെ ബസ്സിൽ കയറി പോകുന്നത് വരെ പറഞ്ഞു അല്ലേ? നമുക്കായിട്ടുള്ള ബസ് എന്താണ്? ഇടയ്ക്കൊന്നും സ്റ്റോപ്പ് ഇല്ലാത്ത ഒരു ബസ്സാണ് നമുക്ക് വരുന്നത് അല്ലെ? നേരെ എന്താണ്? സിംഗിൾ സ്റ്റോപ്പ് ആണ് അല്ലെ? ഗോലോക വൃന്ദാവനം. അപ്പൊ നമ്മൾ ആ ഒരു ബസ്സിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്, നമ്മുടെ ലക്ഷ്യം. അല്ലാതെ എന്താണ് ഈ ഓരോരോ ഇടയ്ക്കിടയ്ക്ക് കയറുന്ന സ്ഥലത്ത് തന്നെ തിരിച്ചു വന്നെത്തുന്ന അങ്ങനത്തെയുള്ള ബസ്സിനല്ല നമ്മൾ നോക്കിയിരിക്കുന്നത് അല്ലെ? നമ്മളിപ്പോ അങ്ങനെ എത്ര ബസ്സേ കയറി നമ്മൾ എവിടെ പോയോ അവിടെ തന്നെ തിരിച്ചെത്തി. അതാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല പ്രഭുജി, ഇന്നലെ ശ്രീരാമൻ തിരിച്ചു വരുമ്പോഴേ ദശരഥ മഹാരാജ് വരുന്നു. അത് ബ്രഹ്മലോകത്ത് പോയിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ അത് ഇതാണോ? അല്ലല്ലോ, ദേവലോകമല്ലേ? അപ്പൊ പിതൃലോകത്തായിരുന്നു ദശരഥൻ. പിതൃലോകത്ത് ദശരഥൻ അങ്ങനെ എന്താണ് പറയുന്നത്, പിതൃക്കന്മാർ കാണാനായിട്ട് വരുമല്ലോ. അതുപോലെ ദേവന്മാരും എല്ലാവരും അനുമതി കൊടുത്താണ്. കാര്യം ഭഗവാൻ ഈ ദശരഥൻ സാധാരണ വ്യക്തിയല്ല. ആരാണ്? കശ്യപ പ്രജാപതിയാണല്ലേ? കശ്യപ പ്രജാപതിയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അവസരം കൊടുത്തു. കാര്യം അദ്ദേഹത്തിന്റെ പുത്രനായിട്ട് സാക്ഷാൽ ഭഗവാൻ തന്നെ പിറന്നിരിക്കുകയാണല്ലേ? ദേവകാര്യാർത്ഥ്യം ഇവരെല്ലാം അതിൽ പങ്കാളികളായിരുന്നു, ദശരഥനും ഒക്കെ തന്നെ അല്ലേ? അപ്പൊ അവരൊക്കെ അവരുടെ റോള് ചെയ്യുമായിരുന്നു, ഭഗവാൻ കൊടുത്തിരിക്കുന്ന റോള്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവസരം കൊടുത്തു. വീണ്ടും ഭഗവാനെ കാണാനായിട്ടുള്ള അവസരം കൊടുത്തു. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മളിപ്പോ ഭഗവത്ഗീതയിലെ ഇപ്പം അങ്ങനെ ഭീമൻ ഇങ്ങനെ ദുര്യോധൻ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരോ സേനാനായകന്മാരുടെ കാര്യം. അങ്ങനെ ഇപ്പൊ ഇവിടെ വന്ന് പറഞ്ഞിരിക്കുകയാണ്, അളവറ്റതാണ് നമ്മുടെ സൈന്യബലം, പിതാമഹനായ ഭീഷ്മരാൽ സുരക്ഷിതവുമാണ്. പിതാമഹനായ ഭീഷ്മൻ എന്ന് പറഞ്ഞാൽ അജയ്യനാണ് അല്ലെ? ഭീഷ്മരെ വെല്ലുന്ന ഒരാള് തന്നെ ഇല്ല. അത്രയും വലിയൊരു സേനാധിപതിയും ധൈര്യശാലിയും അതുപോലെ തന്നെ എന്താ പറയുക, അമരത്വമാണ് ശരിക്കും ഉള്ളത്. അതായത് സ്വച്ഛന്ത മൃത്യുവാണ് അദ്ദേഹത്തിന്റെ പിതാവ് ശാന്തന മഹാരാജാവ് കൊടുത്തിരിക്കുന്നത്. കാര്യം അദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിന് വേണ്ടിയിട്ട് അദ്ദേഹം നിത്യബ്രഹ്മചാരിയായി മാറി അല്ലേ? അങ്ങനെ ഈ ഹസ്തിനപുരിയിലെ എന്നും എല്ലാ കാലവും സംരക്ഷിച്ചോളാം എന്ന വാക്കും കൊടുത്തു പിതാവിന്. അപ്പൊ അത്രയും വലിയ ഒരു പ്രതിജ്ഞ ചെയ്തിട്ട് ആ ഒരു ഇതോടുകൂടിയാണ്. പിന്നെ വേറൊരു കാര്യം, 12 മഹാജനങ്ങളിൽ ഒരാളായപ്പം ഭീഷ്മദേവര് സാധാരണ ഒരാളല്ല. അദ്ദേഹത്തിന് എന്താണ് ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് അന്ത്യകാലത്ത് ദർശനം കൊടുക്കുമായിരുന്നു. അതുപോലെ സരസയിൽ അദ്ദേഹം വെയിറ്റ് ചെയ്തിരുന്നത് എന്താണ്? ഭഗവാൻ നേരിട്ട് വരാനാണ്. ഭഗവാൻ അവിടെ വന്നിരിക്കുമ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ആ ശരീരം വിടുന്നത് അല്ലെ? വിഷ്ണു സഹസ്രനാമം ജയിച്ച് ഭഗവാൻ. അതുപോലെ ഈ പാണ്ഡവരാണല്ലോ ഇനി രാജ്യം ഭരിക്കാൻ പോകുന്നത്. അവർക്ക് വേണ്ട എല്ലാ രാജ്യ തത്വങ്ങളും ധർമ്മോപദേശങ്ങളും എല്ലാം കൊടുത്തു. കാര്യം ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൗരവരിലെ ധർമ്മപുത്രർക്ക് അത് അത്രയ്ക്ക്
ഇത് ചെയ്യില്ല. കാര്യം ഭഗവാൻ ധർമ്മപുത്രേക്കാൾ ഇളയാളാണ്. പിന്നെ ആ അതെ. ധർമ്മപുത്രർ ഭഗവാനാണെന്നുള്ള ആ ഒരു ഇത് എപ്പോഴും മായ അദ്ദേഹത്തെ മറച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ബോധിച്ചു. പിതാമഹൻ പറയുന്നതാണ് ഒന്നുകൂടെ സ്ട്രോങ് അല്ലേ? പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിതാമഹൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഭഗവാൻ അതിനെ ആഗ്രഹിച്ചിരുന്നു ഭീഷ്മരുടെ വായിൽ നിന്ന് ഇത് മുഴുവൻ ഗ്രഹിക്കണമെന്ന്. അങ്ങനെ ഭീഷ്മരുടെ വായിൽ നിന്ന് ഇത് മുഴുവൻ കേട്ടു. അതായത് ഭീഷ്മർ സഹസ്രനാമം ജപിച്ചു. ഓം വിശ്വം വിഷ്ണു വഷട്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു ഭൂതഭൃത്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ. അവ്യയ അതെ, അവ്യയ അപ്പൊ പുരുഷാർത്ഥോ അങ്ങനെ ആ വിഷ്ണു സഹസ്രനാമം മുഴുവനും അദ്ദേഹം ജപിച്ചു. അവസാനം പറയുന്നു ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ എന്ന് പറഞ്ഞ് അത് ശ്രീ മഹാദേവൻ പാർവതിയോട് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് അവസാനം പറയുന്നു. എന്താണ്? ശ്രീരാമ രാമ രാമ എന്ന് പറഞ്ഞ 3 രാമനാമം ജപിച്ചാൽ തന്നെ 1000 വിഷ്ണുവിന്റെ നാമത്തിന് തുല്യമാണ്. അപ്പൊ നമ്മൾ ജപിക്കുന്ന ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു രാമ എന്ന് പറഞ്ഞ് 4 കൃഷ്ണനാ. അപ്പം നമ്മൾ എത്ര പ്രാവശ്യം രാമ പറഞ്ഞു? 4 രാമായും 4 കൃഷ്ണായും 8 ഹരയും പറയുന്നുണ്ടല്ലേ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തില്. അപ്പൊ അത് എന്തുമാത്രം ഭാഗ്യമാണ്. എത്ര സഹസ്രനാമം ജപിച്ച ഫലമാണ് നമുക്ക് കിട്ടുന്ന. ഒരു 108 പ്രാവശ്യം നമ്മളൊരു മാല ജപിച്ചു കഴിഞ്ഞാൽ തന്നെ ഒന്ന് നിങ്ങൾക്ക് കൂട്ടി നോക്കാവുന്നതാണ് അല്ലേ? അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഷോർട്ട് കട്ടാണ്. നമ്മൾ സാധാരണഗതിയിൽ എന്താണ് സ്റ്റെപ്പ് കയറി 100-ാം നിലയുടെ മുകളിലോട്ട് പോവുകയല്ല. നമ്മൾ സാധാരണപ്പെട്ട ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നത്? ഗോണിപ്പടി കയറി 100 നിലയുടെ മുകളിൽ കയറുക. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ലിഫ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുക, നേരിട്ട് അങ്ങോട്ട് ചെല്ലാനായിട്ട് അല്ലേ? അപ്പൊ കൃഷ്ണാബോധക്കാരെന്താണ്? ലിഫ്റ്റിലാണ് കയറുന്നത്. ബാക്കിയുള്ള ആൾക്കാരെ യോഗികളൊക്കെയോ ഗോണിപ്പടി കയറിയിട്ടാണ് 101 നിലയുടെ മുകളിൽ കയറുന്നത്. അത്രയും പാടുപെടണോ? തലകീഴായിട്ട് ശ്വാസമൊക്കെ പിടിച്ചിട്ട് എന്തിനാ നിൽക്കുന്നത്? വളരെ സിമ്പിൾ ആണ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്കെല്ലാം ചെയ്യാനുള്ള പ്രാക്ടിക്കലി വളരെ എളുപ്പമുള്ള പ്രോസസ്സാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ഭഗവാനെ മനസ്സിലാക്കുക, ഭഗവാനെ അറിയുക, ഭഗവാന് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുക അല്ലേ? നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഓരോ BMW കാർ മേടിച്ചിട്ടുള്ളൂ അല്ലേ? BMW കാർ മേടിക്കാനായിട്ട് എത്ര പേർക്ക് താല്പര്യമുണ്ട്? നിങ്ങൾ വൃന്ദാവനത്തിലൊക്കെ പോകാനായിട്ട് BMW വേണമെന്ന് തോന്നുന്നുണ്ടോ? വേണ്ട. കൃഷ്ണ, BMW വേണ്ടേ? BMW എന്ന് പറഞ്ഞ എന്താണ്? ബി ഫോർ ബോഡി. ബി ഫോർ ബോഡി. ബോഡി എന്ന് പറയുന്നത് ശരീരം. M ഫോർ മൈൻഡ്. മൈൻഡ് എന്ന് പറയുന്നത് എന്താണ്? മനസ്സ്. W ഫോർ വർക്ക്. W ഫോർ വർക്ക് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. അതായത് നമ്മുടെ ശരീരവും മനസ്സും പ്രവൃത്തിയും എന്താണ് ഭഗവാനിൽ അർപ്പിക്കുക എന്നാണ് BMW കൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ഇത് അർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൃന്ദാവനത്തിൽ പോകാനായിട്ട് BMW തന്നെ അല്ല വരുന്നത്, രഥമായിരിക്കും വരുന്നത്. ഒന്നുകിൽ ഭഗവാന്റെ രഥമായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ എന്താണ് പുഷ്പക വിമാനമായിരിക്കും വരുന്നത്. നമ്മൾ പിന്നെ എന്തിനാ പേടിക്കുന്നത്? സെപ്റ്റംബർ 25-ന് വൃന്ദാവനത്തിൽ പോകണമെന്ന് കണ്ടല്ലോ. സെപ്റ്റംബർ 25 തൊട്ട് 30 വരെ വൃന്ദാവനത്തിൽ പോകുന്നു പറഞ്ഞു. അടുത്ത വരുന്ന സെപ്റ്റംബറിൽ, അടുത്ത മാസം അല്ലേ? 25-30 ഇവരൊക്കെ ഉണ്ടോ? ആരെങ്കിലും ഒക്കെ കാണുമായിരിക്കും അല്ലേ നമ്മുടെ കൂട്ടത്തിൽ നിന്ന്? അതിനെപ്പറ്റി നോക്കിയിട്ടില്ല മാതാജി. എന്റെ പോസ്റ്റ് കണ്ടായിട്ട് ഓർമ്മയില്ല. ശശി പ്രഭു എവരി 3 months പോകുന്നുണ്ട്. എല്ലാ 3 മാസം കൂടുമ്പോഴും വൃന്ദാവനത്തിൽ പോകുന്നുണ്ട്. പ്രഭുജി എങ്ങാനും പ്ലാൻ എടുക്കുന്നു നമുക്കൊക്കെ കൂടെ ഒന്ന് പോവാൻ. അടുത്ത ഒരു 5-6 മാസം 4 മാസം കഴിഞ്ഞ്. അത് വലിയ താമസം ഇല്ലാതെ തന്നെ ഉണ്ടാകും മാതാജി. എങ്കിൽ പിന്നെ അതിലേ ഉള്ളൂ. ഞാൻ ഇത് കണ്ടപ്പോ ഒന്ന് ഓർത്തു, പ്രഭുജി ഇടുവാണെങ്കിൽ അതിൽ കൂടാം, ഇതിന് വേണ്ട. അടുത്തെങ്ങാനും ഉണ്ടെങ്കിൽ എന്തായാലും ഭഗവാനോട് മാതാജി ഒരു നിവേദനമൊക്കെ അർപ്പിക്കുക. നമുക്ക് വലിയ താമസം ഇല്ലാതെ പോകാം. അല്ല, നമുക്കെല്ലാരും കൂടെ പോകണം. ഒത്തിരി ആളായാൽ നമുക്ക് പാടുവാ. നമുക്ക് കുറെ ആൾക്കാരായിട്ട് പോവുകയാണെങ്കിൽ ഞാനും അതിൽ കൂടാം. ഇത് കണ്ടു. അപ്പൊ ഞാനിങ്ങനെ വിളിച്ചൊന്നുമില്ല. അപ്പൊ ഓർത്തു പ്രഭുജിയോട് ഒന്ന് ചോദിച്ചിട്ടാട്ടെ. അതെ, നമുക്ക് ഒരു പ്രാവശ്യം പോകാം മാതാജി. വലിയ താമസം ഇല്ലാതെ തന്നെ പോകാം. ഭഗവാൻ അങ്ങോട്ട് വിളിക്കട്ടെ. ഭഗവാൻ അങ്ങോട്ട് വിളിക്കട്ടെ മാതാജി. അപ്പൊ നമുക്ക് ശരിയാകാം എല്ലാം. പോകാം. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മൾ വിചാരിച്ചാൽ മതി എന്നാ പറയുന്നത്, ആഗ്രഹിച്ചാൽ സാധിച്ചു തരും എന്നാ പറയുന്നത്. ആഗ്രഹം എത്രത്തോളം തീവ്രതയുണ്ടോ എങ്കിൽ അത് സാധിക്കുമെന്ന് ഭഗവാൻ പറയുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും അത് സാധിക്കും. നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചു. അത് എന്റെ കൂടെ പോരാനായിട്ടുള്ള ആഗ്രഹം വൃന്ദാവനത്തിൽ എല്ലാരും കൂടെ എടുക്കുക.
നമ്മുടെ എല്ലാവരോടും ഒരുമിച്ച് അതെ, പോകാനൊക്കെ എല്ലാരും കൂടെ ഒന്ന് ഇപ്പോഴേ തുടങ്ങാം. നാമം ജപിക്കുന്ന കൂട്ടത്തിൽ അതുകൂടെ ഒരു ആഗ്രഹം വെക്കുക. ജപിക്കുന്നതിലൂടെ അപ്പൊ എല്ലാരും ആഗ്രഹമായിട്ട് കൂടെ ഒന്ന് സമർപ്പിച്ചോളൂ. തീർച്ചയായിട്ടും ഭഗവാൻ അത് ആ കേൾക്കും. കാര്യം കണ്ടില്ലേ, ഇതേ ഭഗവാനൊക്കെ സാധിക്കും. ഇതാ വൃന്ദാവനത്തിൽ ഇതേ അവിടെ ഇങ്ങനെ ചിരിച്ചോണ്ടായിരിക്കും. ഇതെന്റെ ബാക്ക്ഗ്രൗണ്ട് ഇരിക്കുന്ന ഭഗവാൻ കണ്ടില്ല, അവിടുത്തെ പുൽപ്പരപ്പിലൂടെ ഒക്കെ ആ ഇങ്ങനെ ഉണ്ട് നടന്നു. അപ്പൊ ആ ആ ഭഗവാന്റെ ഇതിലിപ്പോ ഈ കുറച്ച് ഫോട്ടോ ഇട്ടിരിക്കുന്നത് എന്തോ പ്രഭുജി? ഇവരാരെങ്കിലും ഒക്കെ പോയതാണോ? കുറച്ച് ബാക്കിൽ ഫോട്ടോ നമ്മൾ അത് ഇട്ടിരിക്കുന്നുണ്ടോ? ദ്വാരകയില് എനിക്കത് നമ്മുടെ മനസ്സിലായി. അവിടുത്തെ നമ്മുടെ ഏറ്റുമാനൂരിലെ തെങ്ങുംതോപ്പും മധുപ്രഭു അവരുടെ അവര് അതായത് പോയത് സത്സംഗത്തിലുള്ള ആൾക്കാരുമായിട്ട് ദ്വാരകയിൽ പോയിരിക്കുകയാണ്. അപ്പൊ പോയതാ. അതിന്റെ പടങ്ങളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഫോട്ടോ. ആ പ്രഭു ശരി. രാവിലെ ചാൻഡിങ് നടത്തുന്നുണ്ട് രാവിലെ. അപ്പം ഗ്രൂപ്പ് ചാൻഡിങ്. ഉം, അപ്പം കയറാനായിട്ട് ഉം. താല്പര്യമുള്ള എല്ലാവർക്കും കയറാം. ഞാനിവിടെ ഉണരുന്ന സമയത്ത് അത് ചാൻഡിങ് തീരും നാട്ടില്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കയറാത്തത്. നാട്ടിൽ വെച്ച് ഞാൻ കയറുന്നുണ്ടായിരുന്നു, നാട്ടിൽ അവധിക്ക് പോയ സമയത്ത്. അപ്പം അതിൽ കയറാൻ പറ്റുന്നവരൊക്കെ തന്നെ കയറുക. കാര്യം ഗ്രൂപ്പ് ചാൻഡിങ് ചെയ്യുന്ന നാമസങ്കീർത്തനാണല്ലോ. നമ്മൾ ഒറ്റയ്ക്ക് ജപിക്കുന്ന അതെ, ഹരിനാമ കീർത്തനം കൂട്ടത്ത് സംഘത്തോട് ജയിക്കുന്നതാണ് സങ്കീർത്തനം എന്ന് പറയുന്നത് അല്ലെ. ഒരു ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഇരുന്ന് ജപിക്കുന്നത്. അപ്പൊ ആ നാമസങ്കീർത്തനം വളരെ പവർഫുൾ ആണ്. കലിയുഗത്തിൽ ഏറ്റവും വേണ്ടത് അത് തന്നെയാണ് നാമസങ്കീർത്തനം. യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിംബരം. ഇന്നെന്താ പലരും ഞാൻ പറഞ്ഞില്ല ഇന്നലെ ലിങ്ക് കിട്ടാത്തത് കൊണ്ടാണോ ഒന്ന് ഡിസ്കോ കയറാത്തത്? അല്ല, ഇന്നലത്തെ ഇതിൽ കണ്ടില്ലേ പ്രഭുജി? ബംഗ്ലാദേശിലെ ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാരെല്ലാം വഴിയിലിറങ്ങി നാമം ചൊല്ലുന്നു. അവരും തിരിച്ചടിക്കാൻ തുടങ്ങിയെന്ന് ഹിന്ദുക്കള്. അതെയോ? ഇന്നലെ രാത്രി ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ കണ്ട ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ തിരിച്ചടിക്കാൻ തുടങ്ങിയ ഒരു ഇതില് യൂട്യൂബ് നോക്കിയപ്പോ അവിടുത്തെ ഹരേ കൃഷ്ണ പ്രസ്ഥാനവുമായിട്ട് ചേർന്ന് ആൾക്കാർ നാമജപത്തോടു കൂടി പ്രതികരിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഇന്നലെ രാത്രി ഞാൻ കണ്ടതാ. പിന്നെ അവരുടെ വെച്ചില്ല. പ്രകടനമൊക്കെ കണ്ടായിരുന്നു. പിന്നെ UK ഉണ്ടായിരുന്നു പ്രകടനം. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാരും വെളിയിൽ നിന്നുള്ള രാജ്യങ്ങള് സപ്പോർട്ട് ചെയ്യുന്നു ഹിന്ദുക്കളെ. ഇവരുടെ നാമജപത്തോട് ഹരേ കൃഷ്ണയുടെ ഓഫീസൊക്കെ അന്ന് കണ്ടായിരുന്നല്ലോ. മോദി പറഞ്ഞിട്ട് അവിടെ പട്ടാളക്കാർ നിൽക്കുന്നതും പ്രഭുജിമാരൊക്കെ അവർക്കൊക്കെ പ്രസാദം കൊണ്ട് കൊടുക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ കണ്ടായിരുന്നു. ഇന്നലെ അവര് പ്രതികരിക്കാൻ ഇറങ്ങിയെന്ന് ഇവരുടെ ABC ചാനലുകാരാ ഇതിലാ കണ്ടത് ഇന്നലെ രാത്രി. ഇന്ന് ഞാൻ നോക്കിയില്ല. ഇവിടെ ഇപ്പൊ രാവിലെയാ. അപ്പൊ അതുകൊണ്ട് രാവിലെ നോക്കാൻ സമയം കിട്ടിയില്ല. ഞാൻ ജോലിക്കട പമ്മി കയറിയിരിക്കുക. ക്ലാസ് കഴിഞ്ഞിട്ട് ഇനി അടുത്തത്. എന്തേലും യഥാരൂപമല്ല, ഭഗവത്ഗീതയുടെ പുസ്തകമേ ഉള്ളൂ. യഥാരൂപമുള്ള പുസ്തകം അവിടെയാ, നാട്ടില. അതിനി അടുത്ത ഇനി 16-ാം തീയതി ഞാൻ പോകും. അവിടെ ചെന്ന് കഴിഞ്ഞ് അതെടുക്കാം. ഇപ്പൊ ഭഗവത്ഗീതയുടെ ഇവർക്ക് കുട്ടികൾക്ക് പഠിക്കാൻ മേടിച്ചു കൊടുത്ത പുസ്തകമാണ്. അത് വെച്ചാ ഇപ്പൊ നോക്കുന്നത്. അത് കാരണം ലഘുവാണ് അതിലെ വിവരണം. കുഴപ്പമില്ല. അപ്പൊ നമ്മള് കണ്ടത് വിഷ്ണു സഹസ്രനാമം ജപിച്ചിട്ട് ആ ഭീഷ്മദേവര് യാത്രയാണല്ലോ. ആ ഭീഷ്മദേവര് ഉണ്ടല്ലോ, പിന്നെ എനിക്ക് എന്താണ് കുഴപ്പം? പിന്നെ എന്താണ്? അപ്പൊ ഭീമനാൽ സംരക്ഷിച്ചു പോരുന്ന ആ ബലത്തിന്റെ സൈന്യം ഭീഷ്മർ ഇവിടെ ഉള്ളപ്പം എന്താണ് വളരെ ഭീമൻ എത്ര വലിയ പവർഫുൾ ആണെന്ന് പറഞ്ഞാൽ പിതാമഹന്റെ അടുക്കൽ ഒന്നുമല്ല. ഭീമൻ എന്താണ് ഒരു 10,000 ആനകളുടെ ശക്തി ഉണ്ടല്ലേ. അതേ ശക്തി ഉണ്ട് ധൃതരാഷ്ട്രർക്കും അല്ലേ. പക്ഷെ ധൃതരാഷ്ട്ര യുദ്ധത്തിനില്ല. പിന്നെ എന്താണ് ഭീമന് ആ ഒരു ശക്തി കിട്ടിയ എന്താണ് ഈ പറയുന്ന ദുര്യോധനൻ ഒരുപാട് തവണ ഭീമൻ ആണ് തന്റെ അന്തകനെന്ന് മനസ്സിലാക്കിയിട്ട് എന്താണ് വധിക്കാനായിട്ട് ഒരുങ്ങി വിഷം കൊടുത്ത് കൊന്നു. എന്നിട്ട് ഒരു നദിയിൽ, ഗംഗാ നദിയിൽ കൊണ്ടിട്ടു. അവിടുന്ന് നേരെ ഭീമൻ എന്തുപോയി നാഗലോകത്ത് ചെന്നു. നാഗലോകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ നാഗങ്ങള് എന്ത് ചെയ്തു? ദംശിപ്പിച്ചപ്പോൾ ഒരു വിഷത്തിന് എതിർ വിഷം ആയി കഴിഞ്ഞപ്പോ എന്താണ് ആ വിഷം പോയി, നിർവീര്യമായി അല്ലേ. അങ്ങനെ നാഗങ്ങളെ ദംശിച്ചു. അത് കഴിഞ്ഞ് നാഗലോകത്ത് നിന്ന് അവിടുത്തെ ഏറ്റവും വലിയ പാനീയമായിട്ടുള്ള ഒരു ഇത് കൊടുത്തു. അത് കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന 10,000 ആനകളുടെ ശക്തി കിട്ടുന്നത്. അവര് ഇത് കൊടുത്തു, സംഭാവന കൊടുത്തു ഭീമന്. അങ്ങനെ ഭീമൻ അത് കുടിച്ചു. ഒരു ഡ്രോപ്പ് കുടിക്കാനാണ് കൊടുത്തത്. ഭീമൻ ആ ഒരു കിണ്ണത്തിലിരുന്നത് മുഴുവൻ അങ്ങ് കുടിച്ചു. അങ്ങനെ 10,000 ആനകളുടെ ബലം കിട്ടി. അങ്ങനെയാണ് ഭീമൻ തിരിച്ചു വരുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു ഭീമൻ ഇവരെ പിന്നെ അരക്കില്ലത്തിലിട്ട് കൊല്ലാനൊക്കെ ശ്രമിച്ചു. അപ്പൊ ഭീമനൊക്കെ ചത്തുപോയെന്നാണ് വിചാരിച്ചത്. തന്റെ ശത്രു എന്നേക്കുമായി അവസാനിച്ചെന്ന് വിചാരിച്ചു. അപ്പൊ എന്നാലും ആ ഭീമനോട് ഒരു പേടി കിടപ്പുണ്ട്. ഭീമനാണല്ലോ തന്റെ അന്തകനെന്ന് ചെറുപ്പകാലം മുതലേ പറഞ്ഞു കേട്ടിട്ടുള്ള ആ കാര്യം മനസ്സിൽ പതിഞ്ഞിരിക്കുന്നു. പക്ഷെ ഭീഷ്മദേവര് നമ്മുടെ പക്ഷത്താണല്ലോ എന്നുള്ള ആ ഒരു ധൈര്യവും ഒക്കെ സ്വന്തമായി പറഞ്ഞങ്ങ് എന്താണ് പറയുന്നത്, അങ്ങ് സമാധാനിക്കുവാണ്. തന്നെ പറഞ്ഞിട്ട് അങ്ങ് സമാധാനിക്കുവാണ്. അതാണ്
ഇവിടെ കണ്ടത്. പിന്നെ അതായത് ദുര്യോധനന് എന്നും ഭീമനോട് അസൂയ ഉണ്ടായിരുന്നു. കാരണം താൻ കൊല്ലപ്പെടുകയാണെങ്കിൽ അതെന്റെ ഭീമന്റെ കൈകൊണ്ടാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എങ്കിലും ഭീമനേക്കാൾ വളരെയധികം കഴിവുള്ള ഭീഷ്മന്റെ സേനാധിപത്യം തനിക്ക് വിജയം നേടിത്തരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. ഇതൊരു പ്രതീക്ഷ മാത്രമാണല്ലേ. യുദ്ധത്തിൽ നിശ്ചിതമായും അതുകൊണ്ട് വിജയശ്രീലാളിതനാകുമെന്നും അദ്ദേഹം കരുതി. ഇതാണ് നമ്മളിവിടെ കണ്ടത്. ആ ഒരു പറഞ്ഞ് ആശ്വസിപ്പിക്കുകയല്ലേ, ആശ്വസിക്കുക, സ്വന്തമായി തന്നെ പറഞ്ഞ് ആശ്വസിക്കുന്ന ആ ഒരു തോൽക്കാൻ പോകും എന്ന് മനസ്സിന്റെ ഉള്ളിൽ വിചാരം ഉണ്ടെങ്കിലും അതിനിടയാകില്ല എന്നുള്ള ആ ഒരു സമാധാനമായിട്ടുള്ള ചില വചനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഒരു ജൽപ്പനങ്ങൾ അല്ലെ. ഇതാണ് ഭീമന്റെ ഉള്ളിൽ നിന്ന്, ഭീമന്റെ അല്ല, ദുര്യോധനന്റെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ജൽപ്പനങ്ങൾ എന്ന് വേണേൽ നമുക്ക് പറയാം അല്ലെ. പറഞ്ഞ യാതൊരു കാര്യമില്ല, വെറും ജൽപ്പനങ്ങളാണ് അല്ലെ. ഇതൊക്കെ ഒരു വിചാരം, ചിന്ത മാത്രമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അല്ല. പക്ഷെ ഇതൊരു വെറും വാക്കായി പോയി ഇതെല്ലാം. അടുത്ത ശ്ലോകം 11. അയനീഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിതാൻ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്താ സർവ ഏവ ഹി. അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിതാൻ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്താ സർവ ഏവ ഹി. അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിതാൻ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്താ സർവ ഏവ ഹി. ഹരേ കൃഷ്ണ. ആരാണ്? രമ ആർ നായർ മാതാജി. രമ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. വായിച്ചോളൂ. അയ്യോ പ്രഭുജി, ഞാനിപ്പം അബുദാബിയില. ഞാനിപ്പോ അങ്ങോട്ടൊന്ന് ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങിയതേ ഉള്ളേ. ഇപ്പൊ ഏത് ശ്ലോകം? അടുത്ത ആഴ്ച തൊട്ട് ഞാൻ വായിക്കാം പ്രഭുജി. കുഴപ്പമില്ല. കേട്ടോണ്ടിരിക്കുക. 11ാമത്തെ ശ്ലോകം പൊന്നമ്മ മാതാജി. അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിത ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുജന മാതാജി. അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. സർവേഷു യഥാഭാഗമവസ്ഥിത ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. ഹരേ കൃഷ്ണ. പത്മ മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിത ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭുപാദ്. സർവേ ഭവന്ത ഏവ ഹി, നിങ്ങളെല്ലാവരും, സർവേഷു ച അയനേഷു, എല്ലാ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും, യഥാഭാഗം വേണ്ടുന്നിടത്ത്, വെവ്വേറെയായി സജ്ജീകരിക്കപ്പെട്ടിടത്ത്, അവസ്ഥിത നിന്നുകൊണ്ട്, ഭീഷ്മം ഏവ, ഭീഷ്മനെ തന്നെ, അഭിരക്ഷന്തു രക്ഷിക്കണം, സൈന്യവ്യൂഹത്തിൽ മർമ്മസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഭീഷ്മപിതാമഹന് പരിപൂർണ പിന്തുണ നൽകണം. അതായത് ശ്രീല പ്രഭുപാദരുടെ വിവർത്തനത്തിൽ പറഞ്ഞ സൈന്യവ്യൂഹത്തിൽ മർമ്മസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും, ഭീഷ്മപിതാമഹനാണല്ലോ നയിക്കുന്നത്. അപ്പൊ ഭീഷ്മപിതാമഹന് നിങ്ങൾ ഓരോരുത്തരും യഥാസ്ഥാനത്ത് തന്നെ നിൽക്കണം. ആ യുദ്ധക്കളത്തിൽ എങ്ങനെയാണ് സൈന്യത്തെ ഓരോരോ ദിവസം ഓരോരോ രീതിയിലാണ് അല്ലെ, ഓരോ പേര് പറയും അതിന്. അങ്ങനെ ആ ഓരോ രീതിയിലാണ്, ഓരോ രൂപത്തിലാണ് ഇത് അടയാളപ്പെടുത്തുന്നത്. എന്താ പറയുക, ചിലപ്പോൾ ചക്രവ്യൂഹമായിരിക്കാം, അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള വ്യൂഹമാണ് കിട്ടുന്നത് ഇവര്. അങ്ങനത്തെ ആ ഒരു വ്യൂഹം കിട്ടുന്ന ആ ഒരു ചുമതല ഈ പറയുന്ന സൈന്യാധിപനായിരിക്കും ചെയ്യുന്നത്, ഭീഷ്മദേവര്. അപ്പൊ ഭീഷ്മദേവരെ പ്രൊട്ടക്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സർവ്വവും സമർപ്പിച്ച് നിങ്ങൾ എല്ലാവരും അദ്ദേഹം പറയുന്നത് കേട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് കൂടണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ജ്ഞാനാംബിക മാതാജി എന്റെ ഭാവാർത്ഥം വായിച്ച്. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. താൻ ഭീഷ്മരെ പുകഴ്ത്തി പറഞ്ഞത് മറ്റുള്ളവരെ അവഗണിക്കുകയായി എന്ന് കരുതുമെന്ന് സംശയിച്ച് ദുര്യോധനൻ സ്വാഭാവികമായ നയചാതുര്യത്തോടെ
സന്ദർഭാനുസൃതമായി ചുവട് മാറ്റുന്നു. സർവോത്കൃഷ്ടനായ ധനാധിപൻ തന്നെയാണ് ഭീഷ്മ പിതാമഹൻ. എങ്കിലും വൃദ്ധനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ രക്ഷയിൽ ഏവരും സവിശേഷം ശ്രദ്ധിക്കണം. അദ്ദേഹം യുദ്ധത്തിലേർപ്പെട്ടിരിക്കെ തക്കം നോക്കി മറ്റൊരു വശത്തു നിന്നും ശത്രുക്കൾ ആക്രമണം നടത്തിയേക്കാം. അങ്ങനെ വ്യൂഹം ഭേദിച്ചേക്കാവുന്ന മർമ്മസ്ഥാനങ്ങളിലെല്ലാം നമ്മുടെ വീരയോദ്ധാക്കൾ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. കുരുക്കളുടെ വിജയം ഭീഷ്മദേവനെ ആശ്രയിക്കാനിരിക്കുന്നത്. ദുര്യോധനന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെയും ദ്രോണാചാര്യരുടെയും പൂർണ്ണ സഹായം തനിക്കുണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അർജുന പത്നിയായ ദ്രൗപദി, പ്രമുഖ സേനാധിപന്മാരെല്ലാം അടങ്ങിയ സദസ്സിൽ വെച്ച് വസ്ത്രങ്ങൾ അഴിക്കപ്പെടാൻ നിർബന്ധിതയായപ്പോൾ തന്നോട് നീതി ചെയ്യണമെന്ന് കരഞ്ഞപേക്ഷിച്ചിട്ടും രണ്ടുപേരും ഒരക്ഷരം മിണ്ടുകയുണ്ടായില്ലല്ലോ. ആ രണ്ടുപേർക്കും പാണ്ഡവരോട് സ്നേഹമുണ്ടെന്ന് തനിക്ക് അറിയായികയല്ല. എങ്കിലും അന്നത്തെ ചൂതുകളി പോലുള്ള സന്ദർഭങ്ങളിൽ സംഭവിച്ചത് തന്നെ ഇപ്പോഴും സംഭവിക്കും. അതായത് ആ സ്നേഹമൊക്കെ തുടച്ചു നീക്കപ്പെടുമെന്ന് ദുര്യോധനൻ പ്രതീക്ഷിച്ചു. അപ്പം ഇത് ദുര്യോധനന്റെ ഓരോ തരത്തിലുള്ള ചിന്തകളും ആ വ്യാകുലതകളും പിന്നെ അദ്ദേഹം അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുകയാണ്, താൻ ഭീഷ്മരെ പുകഴ്ത്തി പറഞ്ഞ് മറ്റുള്ളവരെ അവഗണിക്കുകയാണെന്ന് കരുതി സംശയിച്ച് ദുര്യോധനൻ സ്വാഭാവികമായ നയ ചാതുര്യത്തോടുകൂടി സന്ദർഭാനുസൃതമായി ചൂട് മാറുന്നു. അപ്പൊ അദ്ദേഹം മറ്റുള്ളവർക്കൊക്കെ അതൊരു അപമാനമായി തോന്നുമോ എന്ന് അദ്ദേഹത്തിന് പേടിയുണ്ടായിരുന്നു ഭീഷ്മദേവരെ പുകഴ്ത്തി പറയുമ്പോൾ. അപ്പൊ അദ്ദേഹം അതിനനുസരിച്ചിട്ട് സന്ദർഭോചിതമായി ചുവട് മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതായത് പിതാമഹൻ വൃദ്ധനുമാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ രക്ഷയിൽ എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ശ്ലോകത്തിൽ പറയുന്നത് അല്ലെ. സംരക്ഷിക്കണം, വൃദ്ധനാണല്ലോ, എന്തെങ്കിലും പാകപ്പിഴകളൊക്കെ ഉണ്ടാകാതെ അദ്ദേഹത്തിനെ ഓർമ്മപ്പെടുത്തി വേണ്ട രീതിയിൽ സംരക്ഷിക്കണം ഉള്ള ആ ഒരു സന്ദേശം കൂടി നൽകുന്നുണ്ട്. അപ്പം ഈ ഭീഷ്മദേവരെ ആശ്രയിച്ചിട്ടാണ് ഈ ജയപരാജയങ്ങളൊക്കെ വരാൻ പോകുന്നത്. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഇവര് തന്നെ തീർന്നു. അദ്ദേഹത്തിന്റെ ഒരൊറ്റ ബലത്തിലാണ് ഇവര് മുന്നോട്ട് പോകുന്നത്. ദ്രോണരെ, ഭീഷ്മരെ, കർണൻ, ഈ 3 മഹാരഥന്മാരായിരുന്നു കൗരവരുടെ കൂടെ ഉണ്ടായിരുന്നത് അല്ലെ. അവരുടെ ആ ഒരു ബലമാണ്, അതായത് പാണ്ഡവരെക്കാളും ഒരു സമർത്ഥരായിട്ടുള്ള ആൾക്കാരാണ് ഇവര്. അപ്പൊ അവരുടെ ഒരു ബലത്തിലാണ് ഈ ദുര്യോധനന്റെ ഈ ആത്മവിശ്വാസം കെട്ടിപ്പടുക്കുന്നത്, ഈ മനക്കോട്ടകൾ കെട്ടിപ്പടുക്കുന്നതൊക്കെ. അപ്പം അതുകൊണ്ട് ഈ ദ്രൗപദി വസ്ത്രാക്ഷേപ പോലും യാചിച്ചിട്ട് പോലും കൂടി ഈ ഭീഷ്മപിതാമഹരോ ദ്രോണരോ ഒന്നും തന്നെ സംരക്ഷിച്ചിട്ടില്ല. അവരാ ധർമ്മത്തിന്റെയും ഒക്കെ കെട്ടുപാടിൽ, സത്യവും പ്രതിജ്ഞയൊക്കെ ചെയ്ത കെട്ടുപാടില് അവിടുത്തെ ഉപ്പും ചോറും ചെന്ന് കഴിച്ചിട്ടുള്ള ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഹസ്തിനപുരയോടുള്ള മമതി കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു അധർമ്മം കണ്ടിട്ട് പോലും കൂടി അവര് അത് കണ്ടിരുന്നു. അപ്പൊ അതേപോലെയുള്ള ആ ഒരു ഇവിടെ എന്ത് അധർമ്മം ഉണ്ടായാലും അത് ഇവര് മൗനത്തോടെ കണ്ടുകൊണ്ടിരിക്കണം. അവിടെ നടന്നപ്പോൾ അവരൊന്നും പ്രതികരിച്ചില്ല. അതേപോലെ ഇവിടെയും, അതായത് ഒരുപാട് അധർമ്മമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അപ്പോഴും ഇവർ ആ ഒരു രീതിയിൽ തന്നെ ഇരിക്കണം. അതായത് വായു മൂടിക്കെട്ടിയിരിക്കണം. എനിക്ക് എന്തും ചെയ്യാം, ഞാൻ ചെയ്യുന്നതൊക്കെ തന്നെ ഇവര് സമ്മതിക്കണം. ഇങ്ങനെയുള്ള പലവിധ ചിന്തകളും പ്രവൃത്തികളുമാണ് ദുര്യോധനന്റെ മനസ്സിലുള്ളതും ദുര്യോധനൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പൊ അങ്ങനെ അദ്ദേഹം ഈ പിതാമഹനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുകയും ഒരു തരത്തിൽ നോക്കുമ്പോൾ പിതാമഹനെ പിന്തുണയ്ക്കുകയും ഒരു തരത്തിൽ നോക്കുമ്പോൾ പിതാമഹന്റെ ആ ഒരു പ്രായാധിക്യവും അദ്ദേഹത്തിന്റെ ഇതും വെച്ചിട്ട് മറ്റുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്ത് പിതാമഹനെ വിജയത്തിലേക്ക് എത്തിക്കണം. അദ്ദേഹം സൈന്യാധിപനാണല്ലോ. അപ്പം വിജയം പരാജയം അദ്ദേഹത്തെ അനുസരിച്ചിട്ടിരിക്കും. അപ്പം മറ്റുള്ളവരെ കൊണ്ട് സപ്പോർട്ട് ചെയ്യിച്ച് ഇദ്ദേഹം ജയിക്കണം. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ഇത് എന്തെങ്കിലും ഭാഗപ്പിഴകൾ ഉണ്ടായാൽ ഭീഷ്മദേവർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് മൊത്തം കൗരവരുടെ പരാജയമായി മാറും. അപ്പൊ അതുകൊണ്ട് 2 രീതിയിലാണ് ഈ പറയുന്ന ശ്ലോകത്തിന്റെ അർത്ഥം പോകുന്നത്. ദുര്യോധനൻ വിചാരിക്കുന്നത് ഭീഷ്മദേവർക്ക് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പദവിയെ അങ്ങ് അംഗീകരിച്ചു കൊടുത്ത രീതിയിലുള്ള ഒരു വ്യാഖ്യാനവും ഒപ്പം തന്നെ എന്താണ്, അദ്ദേഹത്തിന് പ്രായാധിക്യമൊക്കെ ഇല്ലാതെ, അപ്പൊ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബാക്കിയുള്ളവരൊക്കെ ഇദ്ദേഹത്തെ
സസൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് വേണ്ട സ്ഥലങ്ങളിൽ നിന്ന് ഇദ്ദേഹത്തെ സംരക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞ് ആ ഒരു രണ്ടാമത്തെ ആ ഒരു വീക്ഷണകോണിൽ നോക്കുന്നു. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ കണ്ടത്. ഇനി 12ാമത്തെ ശ്ലോകം. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധാ പിതാമഹ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം ദത്മൗ പ്രതാപവാൻ. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധാ പിതാമഹ സിംഹനാദം വിനോദൈശ്ചൈ ശംഖം ദത്മൗ പ്രതാപവാൻ. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധാ പിതാമഹ സിംഹനാദം വിനോദശ്ചൈ ശംഖം ദത്മൗ പ്രതാപവാൻ. ഹരേ കൃഷ്ണ. പൊന്നമ്മ മാതാജി. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്യോച്ചേ ശംഖം ദൗമൗ പ്രതാപവാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി കൃഷ്ണകുമാരി മാതാജി, മൈക്ക് ഓണാക്കൂ. മൈക്ക്. ഹരേ കൃഷ്ണ. തസ്യ സഞ്ജനയൻ ഹർഷ കുരുവൃന്ദ പിതാമഹ സിംഹനാദം വിനദോച്ചൈ ശംഖം ദത്മൗ പ്രതാപവാൻ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം ദത്മോ പ്രതാപവാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭുപാദ്. പ്രതാപവാൻ പ്രതാപശാലിയും കുരുവൃദ്ധ ഗുരുക്കളിൽ മൂത്തവനുമായ പിതാമഹ മുത്തച്ഛൻ തസ്യ അദ്ദേഹത്തിന് ഹർഷം സന്തോഷം സഞ്ജനയൻ ജനിപ്പിച്ചുകൊണ്ട് ഉച്ചൈ ഉറക്കെ സിംഹനാദം വിനദ്യ സിംഹത്തിൻ്റെതുപോലെയുള്ള തന്റെ ശംഖം ധ്വനിപ്പിച്ച് പിന്നെ ശംഖ ദത്മൗ ഊതി. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദയുടെ വിവർത്തനം. ജയ് ശ്രീല പ്രഭുപാദ്. അപ്പോൾ പരാക്രമിയും ഗുരുപിതാമഹനുമായ ഭീഷ്മർ ദുര്യോധന ആഹ്ലാദം ജനിപ്പിക്കുമാറ് സിംഹഗർജനം പോലെയുള്ള ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് തന്റെ ശംഖെടുത്ത് ഊതി. അപ്പം ഇനി കാണുന്നത് ഓരോരുത്തരും അവരുടെ ശംഖ കൊണ്ടുള്ള അഭ്യാസങ്ങളാണ്. അപ്പൊ ജ്ഞാനാംബിക മാതാജി ഭാവാർത്ഥം ഒന്ന് വായിച്ച്. മൈക്ക്. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. കുരുപിതാമഹന് പൗത്രന്റെ അന്തർഗത അറിയാമായിരുന്നു. അദ്ദേഹം സ്വാഭാവികമായ അനുകമ്പയോടെ ദുര്യോധനയെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി തന്റെ സിംഹോപമ പ്രതാപത്തിന് ഒത്തവിധം ആർത്ത് അത്യുച്ചത്തിൽ ശംഖനാദം മുഴക്കി. ഭഗവാൻ കൃഷ്ണൻ മറുപക്ഷത്താകയാൽ ഈ യുദ്ധത്തിൽ വിജയം പ്രതീക്ഷിക്കാൻ വയ്യെന്ന് വിഷാദഗ്രസ്തനായ ദുര്യോധനന് ശംഖിന്റെ പ്രതീകത്തിലൂടെ ഭീഷ്മർ പരോക്ഷമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എങ്കിലും യുദ്ധം നടക്കേണ്ടത് അദ്ദേഹത്തിന്റെ കർത്തവ്യമാണ്. അത് നിറവേറ്റാൻ അങ്ങേയറ്റം ശ്രമിക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് എന്താ കണ്ടത്? പരാക്രമിയും ഗുരുപിതാമഹനുമായ ഭീഷ്മർ. അപ്പൊ ദുര്യോധന ആഹ്ലാദം ജനിപ്പിക്കുമാറ്. അപ്പം ദുര്യോധനന്റെ മനസ്സിൽ എന്താണ് ഇരിക്കുന്നതെന്നൊക്കെ ആർക്കും മനസ്സിലാവുന്നുണ്ട് ഭീഷ്മർക്ക്. കാര്യം 3-4 തലമുറ ആൾക്കാരിങ്ങനെ കടന്നു പോയതാണല്ലോ അല്ലേ? ആരൊക്കെയായിരുന്നു തലമുറകള്? ഭീഷ്മദേവര് കഴിഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡു, ചിത്രാംഗതൻ, വിചിത്രവീര്യൻ, അത് കഴിഞ്ഞ് വിചിത്രവീര്യന്റെ മക്കളായ വിചിത്രവീര്യൻ അംബിക, അംബാലിക, പിന്നെ ഒരു ദാസി, അത് കഴിഞ്ഞ് വേദവ്യാസരിൽ അവരിൽ കൊണ്ടായ മക്കള് ധൃതരാഷ്ട്ര, പാണ്ഡു, വിതുരൻ, പിന്നെ അവരുടെ മക്കള് അല്ലെ. അപ്പൊ ഇങ്ങനെ ഈ തലമുറകളെല്ലാം ഭീഷ്മദേവര് കണ്ടതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണല്ലോ പിതാമഹൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ കൊച്ചുകുട്ടികളുടെ ഒക്കെ മനസ്സിൽ എന്താണ് ആഗ്രഹം എന്നൊക്കെ വലിയ ആൾക്കാർ അവരുടെ എന്താണ് മനസ്സിൽ വിചാരിക്കുന്നത് അവർക്ക് അറിയാൻ പറ്റും അല്ലെ. പ്രത്യേകിച്ച് ഭീഷ്മദേവർക്ക് അത് അറിയണമെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത്ര വലിയ ഒരു പ്രഭാവശാലിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ട് ഈ പറയുന്ന ഭീമന്റെ പേടിയൊക്കെ മാറ്റാനായിട്ട് ഒരു ശംഖനാദം, ഈ ദുര്യോധനന്റെ പേടിയൊക്കെ മാറ്റാൻ ഒരു ശംഖനാദം തന്നെ അങ്ങ് മുഴക്കുകയാണ് ചെയ്യുന്നത് അല്ലേ.
അപ്പം സിംഹഗർജനം പോലെയുള്ള ശബ്ദമുണ്ടാക്കി അദ്ദേഹം തന്റെ ശംഖെടുത്ത് ഊതി. സിംഹഗർജനം പോലത്തെ ആ ഒരു ശബ്ദത്തോടു കൂടിയായിരുന്നു ആ ശംഖുവിളി. കാര്യം എതിരാളികളൊക്കെ പേടിച്ച് വിറയ്ക്കും. സിംഹം ഒന്ന് ഗർജിച്ചു കഴിഞ്ഞാൽ ആ മാൻപേടയും മറ്റുള്ള ആ മൃഗങ്ങളുടെയൊക്കെ അവസ്ഥ എന്ന് പറയാനുണ്ടോ? അവരെല്ലാം പേടിച്ച് മാളത്തിൽ കയറുന്ന ഒരു അവസ്ഥയല്ലേ സിംഹത്തിന്റെ ഒറ്റ ഗർജനം കേട്ട് കഴിഞ്ഞാൽ. അപ്പൊ അതേപോലെ അതിന് തത്തുല്യമായ രീതിയിലുള്ള ഒരു ശംഖുനാദമായിരുന്നു ആര് ഭീഷ്മദേവൻ ചെയ്തത്, ആ ഒരു ശംഖുനാദം. ഇനി അടുത്തത് ബാക്കിയുള്ള ശ്ലോകങ്ങളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ ഓരോരുത്തരും അവരവരുടെ ശംഖ് എടുത്തിട്ട് ഊതിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത ശ്ലോകങ്ങളിലൂടെ കാണാൻ പറ്റും. അപ്പം ഈ പറയുന്ന ഭീഷ്മ പിതാമഹർക്ക് വരെ അറിയാം എവിടെയാണോ ധർമ്മം നിലനിൽക്കുന്നത് അവിടെ ജയിക്കും. അവിടെ ഭഗവാൻ കൃഷ്ണനല്ലേ കൂടെ നിൽക്കുന്നത്. അപ്പൊ പിന്നെ ആ ഒരു പക്ഷം ജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഭീഷ്മദേവർക്ക്. പക്ഷെ ഭീഷ്മദേവര് ഈ പ്രതിജ്ഞകളാൽ ഒക്കെ ബന്ധിതനായി കുറെ ആ ഒരു ഹസ്തിനപുരിയോടുള്ള ആ ഒരു മമതയും പിതാവിന് കൊടുത്ത വാക്ക് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ബന്ധനസ്ഥനായിട്ട് അദ്ദേഹം ഇവരുടെ കൂടെ ശത്രുപക്ഷത്തിന്റെ കൂടെ നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ഇല്ല താനും. അദ്ദേഹത്തിന് എല്ലാം അറിയാം. പക്ഷെ ഇത് ദുര്യോധനന് സന്തോഷം ഉണ്ടാക്കുമെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ആ സിംഹഗർജനം പോലെയുള്ള ആ ശംഖുനാദം അവിടെ എല്ലാം എത്തി. അപ്പം എല്ലാവർക്കും ഒരു പേടിയാകട്ടെ എന്ന് വിചാരിച്ചു. അതനുസരിച്ച് ദുര്യോധനൻ സന്തോഷിക്കട്ടെ, അത്രയും സമയമെങ്കിലും സന്തോഷിക്കട്ടെ. കാര്യം ഇവരെല്ലാം മരിക്കാനുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ നമ്മള് ഇന്നത്തെ ആ ഒരു ഇത് ശ്ലോകം 3 ശ്ലോകങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു പോയിന്റ് പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും റിയലൈസേഷൻ ഉണ്ടെങ്കിൽ ഇതോ അതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതും പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്തിട്ട് അല്ല നമ്മൾ ഈ 3 ശ്ലോകം എടുത്തതിൽ നിന്ന് എന്തെങ്കിലും പിതാമഹനെ ഒരുപക്ഷെ അറിയുമായിരിക്കും. പിതാമഹൻ വിചാരിച്ചു കാണും ദുര്യോധനോട് പറഞ്ഞിട്ട് കാര്യമില്ല, വരാനുള്ളത് വരും. അപ്പം നമ്മളായിട്ട് ഇനി കൂടുതൽ വേണ്ട, നമ്മുടെ റോള് നമ്മൾ അഭിനയിക്കുക. അതായിരിക്കും അങ്ങേര് ഉള്ള സമയത്ത് ഭീഷ്മദേവര് ഇങ്ങനെ ചെയ്യുന്നത്. സത്യം ഇന്നടത്തെ ഉണ്ടാകൂ അവസാനമെന്നും ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നും നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തേക്കാവുന്നുള്ള ഒരു കടമയായിരിക്കും ചെയ്യുന്നത്. പറഞ്ഞാൽ കേൾക്കത്തില്ലെന്ന് നേരത്തെ തൊട്ട് പല അനുഭവം കൊണ്ട് അങ്ങേർക്കറിയാം. പിന്നെ വരുന്നിടത്ത് വരട്ടെ, അതായിരിക്കാം ഒരു ആത്മകഥമെന്നോണം ആയിരിക്കും. ഇത് പറയത്തില്ലേ, ഇവൻ ഇത് വരണം, ഇന്നവണ്ണം വരണം, അവശത വരണം, അർത്ഥനാശം വരണം, നീ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ആര് പറഞ്ഞാലും ശോഭിക്കത്തില്ല. ഹരേ കൃഷ്ണ. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും റിയലൈസേഷൻ, എന്തെങ്കിലും പോയിന്റ്? അല്ല, ധർമ്മം മാത്രമേ ജയിക്കത്തുള്ളെന്ന് ഭീഷ്മദേവന് അറിയാം. പക്ഷെ എങ്കിലും അപ്പുറത്ത് ഭാഗത്ത് നിൽക്കുന്നതുകൊണ്ട് അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നതല്ല. അദ്ദേഹത്തിന് അറിയാം ഇവരെ ജയിക്കുള്ളൂ എന്നുള്ളത്. ധർമ്മമേ ജയിക്കൂന്നറിയാം. അതും ഭഗവാന്റെ ഭഗവാൻ ജയിക്കുമെന്നറിയാം. ഭഗവാൻ നിൽക്കുന്നിടത്താണ് ജയം. അത് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ എങ്കിലും അദ്ദേഹം കഴിക്കുന്ന ആ ഭക്ഷണം അവരുടെ ആ കൂറുകൊണ്ട് അപ്പുറത്ത് നിൽക്കുന്നു, യുദ്ധം ചെയ്യുന്നതൊക്കെ കാണിക്കുന്നു. പക്ഷെ എല്ലാം മനസ്സിലറിയാം ധർമ്മം. ധർമ്മമേ ഉപയോഗിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ക്ലാസ് കുറച്ച് മിസ്സായി. അടുത്ത വീട്ടില് ഇവിടെ വരലക്ഷ്മി പൂജകളാണ്, വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പൂജയ്ക്ക്. അതെ, ഞാൻ ഓർക്കുകയും ചെയ്തു. എല്ലാവരും ഇന്ന് പോയല്ലോ. ഇന്ന് കർക്കിടക മാസം 32 ആയതുകൊണ്ട് എല്ലാവരും സമാപനത്തിന് പോയോ, പാരായണത്തിനൊക്കെ? ഇവിടെ കർണാടകക്കാര് വരലക്ഷ്മി പൂജ വെള്ളിയാഴ്ച അന്നത്തേക്കിന്. അപ്പൊ അതിന് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പൂജ പ്രസാദം തരാൻ. അതെ അല്ലേ? ഞാൻ ഓർക്കുകയും ചെയ്തു. ആൾക്കാരെ ആരും കാണുന്നില്ല. കേറിയ ആൾക്കാരെ തന്നെ എക്സിറ്റ് ആയിപ്പോ. രതിദേവി മാതാജി, ഒരു ഗീതാ മാതാജി ഒക്കെ ഉണ്ട്. അവരെല്ലാരും എക്സിറ്റ് ആയി പോയി. എന്തായി, എന്ത് പറ്റി എന്നൊക്കെ വിചാരിച്ചു. കേറിയ ആൾക്കാരൊന്നും ഇല്ല. ഇന്ന് കേറിയത് ഹരേ കൃഷ്ണ. 9 ഹരേ പേര്. കൃഷ്ണ പ്രഭുജി. ഞാനും ലേറ്റായി പ്രഭുജി കയറാൻ. ഞാനിപ്പം മക്കളുടെ അടുത്ത് വന്നേതു അബുദാബിയില്. ടൈം എന്റെ നോക്കിയപ്പോഴത്തേക്ക് അങ്ങ് ലേറ്റായി പോയി, നമ്മുടെ നാട്ടിലെ ടൈം അനുസരിച്ച്. അതെ, അതെ. അടുത്ത ആഴ്ച തൊട്ട് കറക്റ്റ് ടൈമിൽ നോക്കാം. 4 മണിയാകുമ്പോഴേ 5 മണിയാകുമ്പോഴേ നമ്മുടെ നാട്ടിലെ 6:30 ആവത്തുള്ളൂ. 1.5 മണിക്കൂറിന്റെ ഡിഫറൻസ് ഉണ്ട്. അതെ, അതെ.
ഇവിടെ ഇപ്പൊ ആ, അത് അഞ്ചേകാലായി. അവിടെ മാതാജിക്ക് 6:15 കാണും. ഇല്ല 6:45. 6:45 ഇവിടെ പ്രഭുജി. 6:45. അബുദാബി 6:45. 6:45. ഇവിടെ പിറ്റേ ദിവസം ഇവിടെ രാവിലെ 9:15. ഓരോ സ്ഥലത്തെ അല്ലേ, നമ്മൾ ഏതൊക്കെ ടൈം സോണിൽ ഇരുന്നുള്ള ആൾക്കാരാണ് അല്ലേ. അവിടെ അതെ. അവിടെ ഇന്നലെ അല്ലേ പ്രഭുജി ഏകാദശി? ഇന്നലെ അല്ലായിരുന്നോ അവിടെ ഏകാദശി? അല്ല, ഇവിടെ ഇന്ന ഇന്ന് ഇന്ന ഇന്ന് 17 16 തീയതി? 16. തീയതി ഇന്ന് 16. അല്ല, എന്നിട്ട് പിന്നെ നമ്മുടെ ഇതിൽ കിടന്നത് 17-ാം തീയതിയാണ് ഏകാദശി എന്ന് കണ്ടല്ലോ. നമ്മുടെ ആ അത് നോട്ടീസിൽ പാരണ കിടക്കുന്നത്. വിടുന്നാണ്, ബ്രേക്കിംഗ് ആണ് ഇട്ടിരിക്കുന്നത്. ബ്രേക്കിംഗ്. ആ ആ ശരി. ഏകാദശിയുടെ ബ്രേക്കിംഗ് ഞാൻ പ്രത്യേകം എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, ഏകാദശിയുടെ പാരണ. പക്ഷെ ആ നാളെ ഉണ്ട് ഒരു ഉണ്ട്. പണി കിട്ടി. ഏകാദശിയുടെ ബ്രേക്കിംഗ് ടൈം വെളുപ്പിന് 5:15-നും 5:30-ക്കും ഇടയ്ക്കാണ്. ഒരു കുറച്ച് സമയമേ ഉള്ളൂ. അത്രയും നേരത്തെ നമുക്ക് പ്രസാദമൊന്നും ആകത്തില്ല. അപ്പൊ അത് ഓർത്തിരുന്നില്ലെങ്കിൽ പാരണയുടെ അത് വിട്ടുപോകും. സാധാരണ രീതിയിൽ അല്ല അപ്പൊ അത് നാട്ടിൽ രാവിലെ മുതൽ 8 വരെ. 8:30 വരെയല്ലേ? 6 മുതൽ 8:30 വരെ. അപ്പൊ എല്ലാവരും അത് എടുക്കും. ഞാനത് കലണ്ടറിൽ നിന്ന് ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഓരോരോ ടൈം സോണിലുള്ള ആൾക്കാര് ബ്രേക്കിംഗ് ടൈം നോക്കുക. കൃത്യമായിട്ട് ബ്രേക്കിംഗ് ടൈം ഫോളോ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ബ്രേക്കിംഗ് ടൈം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ഏകാദശി വീട്ടുക. അപ്പം ഇനി ഒരു ഏകാദശിയും ആരും അറിയാതെ പോകരുത്, മുടങ്ങി പോകരുത്. കൃത്യമായിട്ട് അതിനു വേണ്ടി നോക്കിയിരിക്കണം ഏകാദശിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഏകാദശി ദിവസം നമുക്ക് തരുന്ന ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണവും ഉറക്കവും പതിവില്ലാത്ത പോലെയുള്ള അതാണ് നമുക്ക് തരുന്ന പരീക്ഷണങ്ങള്. എല്ലാം ഉണ്ട്. കൃഷ്ണ വേറൊരു ക്ലാസ്സിൽ വന്നിരുന്ന് തൂങ്ങുമായിരുന്നു. അപ്പം ചിലപ്പോ ക്ഷീണം തോന്നും. ഇപ്പൊ ഞാനിത് എടുത്തോണ്ടല്ല, ഞാനിവിടെ എടുത്തടിച്ച പോലെ വീടിന് നിങ്ങളെല്ലാം കണ്ട് ചിരിച്ചേനെ. അത്രയ്ക്ക് എനിക്ക് ഉറക്കമുണ്ട് എന്റെ കണ്ണുകളില്. പക്ഷെ അപ്പം ഉറങ്ങാൻ പാടില്ലല്ലോ, കണ്ണുപോലും അടയ്ക്കരുതെന്നാ പറയുന്നത്. അതെ അതെ. ജപിക്കാനായിട്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഉറക്കം വന്ന് കണ്ടാൽ അതാണ് അനുഭവം. ജപിക്കാനിരിക്കുമ്പോഴും പുസ്തകം വായിക്കാതിരുന്നാലും തൂക്കം വരും, ഉറപ്പായിട്ടും വരും. അത് പ്രത്യേകിച്ച് ഏകാദശി ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഭഗവാനെല്ലാം ക്ഷമിച്ചോളും. ഭഗവാൻ നമ്മളെ ഉറക്കാനും നോക്കും. അതെ അതെ. ഉറക്കം വരുന്നുണ്ടോ എന്ന് നോക്കും. പരീക്ഷണങ്ങളൊക്കെ തരും, നല്ല പരീക്ഷണങ്ങൾ തരും. നമ്മൾ അതിനെ അതിജീവിക്കുന്നുണ്ടോ എന്ന് നോക്കും. അപ്പം ആർക്കും വേറെ സംശയങ്ങളൊന്നും ഇല്ല എന്ന് കരുതുന്നു. നമുക്ക് വേണമെങ്കിൽ ഒരു പ്രഭുജി എല്ലാവർക്കും കൂടെ പുതുവർഷം നേരുന്നു. എല്ലാവർക്കും കൂടെ ചിങ്ങം 1 നാളെ പുതുവർഷം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഈ ഒരു പുതുവത്സരം സർവസമ്പൽ സമൃദ്ധി, ഐശ്വര്യം, അതുപോലെ തന്നെ ഭഗവാന്റെ കടാക്ഷം, ആയുരാരോഗ്യ സൗഖ്യം എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലയാളികൾക്കും എല്ലാ ഭക്തർക്കും, ഭഗവാന്റെ എല്ലാ ഭക്തർക്കും, ഭക്തരല്ലാത്തവർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു തന്നെയാണ് ഞാൻ നേരുന്നത്. അതുപോലെ ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കൾക്ക് ഒന്നുകൂടെ ശക്തി വരട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുക. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ഞങ്ങൾ ഈ രാമായണ മാസം തുടങ്ങിയപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ മുതൽ നമ്മുടെ ജപം മുഴുവനും അവർക്ക് വേണ്ടിയിട്ടായിരുന്നു. മാതാജി കയറാഞ്ഞതുകൊണ്ടാണ് നമ്മളുടെ ആ രാമായണ പാരായണം തന്നെ അവർക്ക് വേണ്ടിയിട്ടായിരുന്നു ഡെഡിക്കേറ്റ് ചെയ്ത്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നരസിംഹ കവചം ഒരുപാട് പേരെ കൊന്നു ഇസ്കോണിലെ ക്ഷേത്രങ്ങളൊക്കെ തകർത്തു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. അപ്പം നമ്മള് എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയില് അവരുണ്ടാകണം. അവർക്കൊക്കെ ആ ഒരു ഒത്തൊരുമിക്കാനും അവർക്കൊക്കെ എന്താ പറയുന്നത്, അപ്പൊ അവർക്ക് എന്താ പറയുന്നത്, ഈ പ്രതിസന്ധിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് തരണം ചെയ്യാനായിട്ട് അവർക്ക് ആ ഒരു ധൈര്യവും അതെല്ലാം ഭഗവാൻ കൊടുക്കട്ടെ. പ്രൊട്ടക്ഷനും നരസിംഹദേവന്റെ പ്രൊട്ടക്ഷൻ എപ്പോഴും ഉണ്ടാകട്ടെ എന്നൊക്കെ. 500-600 സ്ത്രീകളെ അവര് പിടിച്ചോണ്ട് പോയെന്നോ, സ്ത്രീകളെ കാണുന്നില്ലെന്നോ, എന്നിട്ട് മരത്തെ തലകീഴായി കെട്ടിത്തൂക്കിയിട്ടിട്ട് അപ്പുറം ഇപ്പുറം നിന്ന് തല്ലി ഇടിക്കുവാന്ന്. ഞാൻ കണ്ടിരുന്നു മാതാജി, ഒരുപാട് വീഡിയോസ് കണ്ടു. വളരെയധികം ഹൃദയഭേദകമായ സംഭവങ്ങള്. പക്ഷെ ഇനിയുള്ളവർക്കെങ്കിലും ഭഗവാൻ പറയല്ലോ, എന്നെന്ന് ധർമ്മം കുറഞ്ഞ് അധർമ്മം വർദ്ധിക്കുന്ന അന്നന്ന് അവതരിച്ചിടും. അതുപോലെ അവിടെ ഉണ്ടാവും, ആരെങ്കിലും ഉണ്ടാവും അവിടെ.
അവിടെ അതാണ് ഉണ്ടാവും, ഞാൻ ഈ ഉറപ്പാ. ക്ലാസ്സിലും കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അത് പറഞ്ഞത്. ഭഗവാന്റെ ആ ഒരു അവതാരം തന്നെ ഉണ്ടാകാനായിട്ടുള്ള സമയമാണ് ചിലപ്പോ ഇതേപോലെ ഉണ്ടാവും അവിടെ. അധർമ്മം വർദ്ധിക്കുമ്പോൾ അത് എങ്ങനെ ആകുമെന്ന് നമ്മൾ കാത്തിരിക്കുക. നമ്മൾ അതിനു വേണ്ടിയിട്ട് പറയാൻ പറ്റില്ല. പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അവതാരം തന്നെ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുക ഇതുപോലെ അധർമ്മം നടക്കുമ്പോൾ. പ്രാർത്ഥിക്കാം. കാരണം നമ്മളുടെ കൺമുമ്പിൽ വന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ അത്ര അടുത്തെത്തിയിരിക്കുന്നു ഈ പറയുന്ന ഇത്. എന്നിട്ട് അതെ, നമ്മൾ അതെ. ആരും അറിയുന്നില്ല. നമ്മുടെ കാലിനിടയിലെ മണ്ണ് പോയാലും നമ്മൾ ഓക്കെ അത് ആ, കുഴപ്പമില്ല, നമുക്ക് ഇനി നമ്മൾ സുരക്ഷിതരാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അത്ര സഹൃദയരാണ്, നമ്മൾ അത്ര സഹിഷ്ണുതയുള്ളവരാണ് മറ്റുള്ളവരോടൊക്കെ. പക്ഷെ മറ്റുള്ളവരൊന്നും അങ്ങനെ അതെ. അല്ല. നമുക്ക് ചെയ്യാൻ അല്ല. പറ്റുന്ന നമ്മൾ നമ്മുടെ ശാസ്ത്രത്തെ പറ്റിയും നമ്മളുടെ ഇതൊക്കെ നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാതെ, അവരൊന്നും അറിയാൻ വയ്യാതെ അവര് ആര് വിളിച്ചു കഴിഞ്ഞാൽ ആ കൂടെ പോകുന്ന ആ ഒരു രീതിയിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് എന്താണ് അവർക്ക് സൈന്യബലം കൂടുന്നത്, അല്ല അവർക്ക് ബലം കൂടുന്നത്, ഇത് ഈ അധർമ്മത്തിന് ഈ ശക്തി വരുന്നത്. നമ്മൾ നമ്മളുടെ ധർമ്മത്തെ പറ്റി നേരെ ചൊവ്വേ പഠിച്ച് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും പോകില്ല. നമ്മളെല്ലാവരും ഒറ്റ അംബ്രല്ലയുടെ കീഴിൽ, ഒരു കുട കീഴിലായി മാറും. നമ്മൾ പല പല സംഘടനകള് പല പല തട്ടിൽ നിൽക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ, നമ്മുടെ പുറത്ത് അതിലും വലിയ അതും പ്രശ്നങ്ങൾ. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ, അതെ, ഏറ്റവും കൂടുതൽ കേരളത്തിൽ. അടുത്തത് കേരളമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് ഇതിനെ ഭഗവാന്റെ ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ് ആവശ്യം, ശക്തി ശരിക്കും സംരക്ഷണം തന്നെയാണ് ജയിച്ചേ ആവശ്യം. മതിയാവൂ. ഈ ഇതെല്ലാം ജയിച്ചേ മതിയാവൂ. ഇനി അതെ. വെറുതെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാ. വെറുതെ നോക്കി കയ്യും കെട്ടി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. ശക്തി, നാമജപം കൊണ്ട് ശക്തി നേടുക, അതെ. ഇതിനെയൊക്കെ അതിജീവിക്കുക. അതെ. അങ്ങേ ഭഗവാൻ പറയത്തില്ല, ഭഗവാൻ 100 ശ്രമിച്ചു 101 കൊട്ടി എന്ന് പറയുന്ന പോലെ അങ്ങേയറ്റം വരെ എത്തും, കൊടുമുടി കയറ്റും. അത് കഴിഞ്ഞടിച്ചിട്ട് താഴെ ഇടും, ഉറപ്പാ. അതിനുവേണ്ടി കാത്തിരിക്കുക, നമ്മളെല്ലാം നാമം ജപിക്കുക. അതെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി ഒരു കീർത്തനം പാടിയിട്ട് നിർത്താം നമുക്ക് എന്തായാലും. പറ്റുമ്പോ മാതാജി എന്നെ കീർത്തനം പാടിക്കോളൂ. ഒരുപാട് നാളിന് ശേഷം മാതാജി വീഡിയോ ഒക്കെ ഓണാക്കി, അല്ലെങ്കിൽ മാതാജിയുടെ കിട്ടിയതാണ്. ഞാനതാ ഞാന് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. ഞങ്ങളെല്ലാം അത് കേൾക്കുക, മാതാജി അറിയുന്നുമില്ല. അതാ ഞാൻ ഇനി ഞാൻ കിടക്കുന്ന മുറി വന്ന് കതവടച്ചിരിക്കുക, അകത്തോട്ട് കയറാതിരിക്കുമായിരുന്നു. ഞാൻ ഒരു നല്ല കൊച്ചു കീർത്തനം ചൊല്ലാം. ഞാൻ ബുക്ക് എടുത്തിട്ട് എൻ്റെ കയ്യിലുണ്ട്, എടുത്തു കൊച്ചു വെച്ചിരിക്കും. കീർത്തനം മതി, സമയമില്ല, എല്ലാവർക്കും പോകണ്ടാണ്. കൊച്ചു കീർത്തനം, ചെറുതാ. ഇവിടെ കുഞ്ഞിന്റെ ഒച്ച കേൾക്കും, ഞാൻ ബുക്ക് എടുത്തോണ്ട് മാറ്റോളാം. കൃഷ്ണകുമാരി മാതാജി ഭാഗവതമൊക്കെ വായിക്കുന്നുണ്ടോ? കൃഷ്ണകുമാരി മാതാജി, ഞാൻ ഓടി ഇനി പോന്നു. കൃഷ്ണകുമാരി മാതാജി കേൾക്കുന്നുണ്ടോ? കൃഷ്ണമുരളി നമ്മുടെ പ്രഭുജിയുടെ ഒരു കീർത്തനം തന്നെ ചൊല്ലാം. മാതാജി ഭാഗവതമൊക്കെ വായിക്കുന്നുണ്ടോ കൃഷ്ണകുമാരി മാതാജി? വായിക്കുന്നുണ്ട് പ്രഭു. ഓരോ അധ്യായം മുതൽ എന്നും ഓരോ അധ്യായം വായിക്കും. ചൊല്ലട്ടെ പ്രഭുജി. ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ ചേലഴക്, പീലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറഴക്. ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ ചേലഴക്, പീലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറഴക്. നറുപുഞ്ചിരിയോ നൂറഴക്. നന്ദനന്ദന ഗോവിന്ദ നന്ദഗോപാല, നാരായണ ഗോവിന്ദ നന്ദകിശോര. ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ ചേലഴക്, പീലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറഴക്. നറുപുഞ്ചിരിയോ നൂറഴക്. നന്ദനന്ദന ഗോവിന്ദ നന്ദഗോപാല, നാരായണ ഗോവിന്ദ നന്ദകിശോര. നന്ദനന്ദന ഗോവിന്ദ നന്ദഗോപാല, നാരായണ ഗോവിന്ദ നന്ദകിശോര. മഞ്ഞപ്പട്ട് ഞൊറിഞ്ഞുടുത്ത് കാട്ടിലഞ്ഞേ മാലയിട്ട്, നല്ല മുളം തണ്ടുമൂളും ഗാനമോടെ ഓടിവായോ. മഞ്ഞപ്പട്ടു ഞൊറിഞ്ഞുടുത്ത് കാട്ടിലഞ്ഞേ മാലയിട്ട്,
നല്ല മുളം തണ്ടുമൂളും ഗാനമോടെ ഓടിവായോ വേണുഗാനമോടെ ഓടിവായോ വേണുഗാനമോടെ ഓടിവായോ നീലാഞ്ജന സുന്ദര നീലശ്യാമ മോഹന മായാ മുരളീധര മാധവ നീലാഞ്ജന സുന്ദര നീലശ്യാമ മോഹന മായാ മുരളീധര മാധവ ഉണ്ണിക്കണ്ണ നിന്നെ കാണാൻ കാർമുകിലിൻ ജലഴക് മാലയുണ്ടേ പീലിയുണ്ടേ പുഞ്ചിരിയോ നൂറഴക് നറുപുഞ്ചിരിയോ നൂറഴക് നന്ദനന്ദന ഗോവിന്ദ നന്ദകപാല നാരായണ ഗോവിന്ദ നന്ദകിശോര നന്ദനന്ദന ഗോവിന്ദ നന്ദകപാല നാരായണ ഗോവിന്ദ നന്ദകിശോര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരി ഹരി പോൽ. വളരെ നന്നായിരുന്നു മാതാജി. പഞ്ചാകൽപതൽ പുരുഷ കൃപാ സിന്ധു ഭയപച്ച 14 നമുക്ക് ടൂർ വരുവാണെങ്കിൽ അന്നേരമൊക്കെ പാടാം. അതെ, അനന്തകോടി വൈഷ്ണവന്തിക്ക് ജായ്. ഒരു പുസ്തകം നിറച്ചെഴുത്താ പാട്ടാ. ഹരേ കൃഷ്ണ.